മൂസാ നബി തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. വിശുദ്ധ ഖുർആൻ അവിടെ ഉണ്ടെങ്കിൽ മൂസാ നബി തൗറാത്ത് പിടിച്ചിട്ടല്ല നടക്കുക. മൂസാ നബി അലൈഹിസ്സലാം ഖുർആനായിരിക്കും പിൻപറ്റുകയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത്ഭുതകരമാണ്. ഓരോ തവണയും ഖുർആൻ ഓതുമ്പോഴേ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് പുതിയ പുതിയ തലങ്ങൾ നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൃദയത്തിന് നൽകുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കിടക്കുന്നത്. അള്ളാഹു റഷീദാണ്. അർ റഷീദ് സുബ്ഹാന, മാർഗദർശനം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മാർഗദർശനം നമ്മുടെ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയം അതിനടിസ്ഥാനപ്പെടുത്തി ഇരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. മനുഷ്യൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സലാമത്ത് വേണം, സുരക്ഷ വേണം, സെക്യൂരിറ്റി വേണം, സമാധാനം വേണം. അതാണ് സലാമത്ത്. രക്ഷ വേണം, നമ്മുടെ ആരോഗ്യത്തിൽ രക്ഷ വേണം, ജീവിതത്തിൽ, നാളെ ഖബറിൽ, നാളെ മഹ്ശറയിൽ ഒക്കെ രക്ഷ വേണം. പിന്നെ അസ്സആദ, സന്തോഷം വേണം. ഇത് രണ്ടും ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല. സേഫ്റ്റി വേണം, ഹാപ്പിനെസ്, മനുഷ്യൻ സന്തോഷവാനായിരിക്കണം. ഇത് രണ്ടും ലാ തകൂനു ഇല്ലാ ബിത്വാഅത്തിൽ ഖബീർ, സർവജ്ഞാനിയായ എല്ലാം അറിയുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് മാത്രമേ ഇത് ലഭിക്കുള്ളൂ. ഖബീറായ അള്ളാഹു, എല്ലാം അറിയുന്നവനായ, എല്ലാ വിഷയങ്ങളുടെയും പരമമായ അറിവ്. നമ്മളത് പരിചയം എന്ന് പറയും. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയം എന്ന് പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഇൽമാണ് അള്ളാഹുവിൻ്റെ ഖിബ്റത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ അള്ളാഹുവിനെ അനുസരിക്കൽ കൊണ്ട് മാത്രമേ അനന്തമായ സന്തോഷവും അതുപോലെ രക്ഷയും സലാമത്തും സആദത്തും അള്ളാഹുവിൻ്റെ അനുസരണ കൊണ്ടേ കിട്ടുള്ളൂ. അത് പറയുന്ന ആയത്താണ് സൂറത്തുൽ അഹ്സാബിലെ. നമ്മളൊക്കെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ജുമുഅ ഖുതുബയിലൊക്കെ കേൾക്കാറില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ. വഖൂലു ഖൗലൻ സദീദാ, നീതിയും നന്മയും ന്യായവും മാത്രമേ നിങ്ങൾ പറയാവൂ. മാന്യമായ വാക്കുകളെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അല്ലാഹു നിങ്ങളുടെ അമലുകളെ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ഏറ്റവും വലിയ വിജയം അവരുടെ വിജയമാണ്. ഏറ്റവും വലിയ വിജയം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരുടെ വിജയമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് അങ്ങനെ വിജയം തരട്ടെ, അള്ളാഹുവിൻ്റെ സഹായം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റഷീദാണ്. റഷീദായ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അള്ളാഹു മാർഗദർശനം നൽകുന്നവനാണ്. അള്ളാഹു റുഷ്ദ് എന്ന് പറഞ്ഞാൽ അസ്സലാഹു വൽ ഇസ്തിഖാമ, വഴിതെറ്റിപ്പോകുന്നതിനാണ് ഗയ്യ്, ദലാലത്ത് എന്ന് പറയാ. വലദ്ദാല്ലീൻ, വഴിതെറ്റിപ്പോകുന്നവർ. അതിൻ്റെ ഓപ്പോസിറ്റാണ് റുഷ്ദ്. നമ്മൾ GPS നോക്കിയിട്ട് യാത്ര ചെയ്യുന്നു. റോഡ് സൈഡുകളിൽ നമുക്ക് മാർഗരേഖകളുണ്ട്, സൈൻ ബോർഡുകളുണ്ട്. ഇത് നോക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം വെറുതെ കറങ്ങിത്തിരിയും, ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തൂല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഷീദാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഏതാണോ വിജയത്തിൻ്റെ വഴിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്.
അതുകൊണ്ട് പഴച്ചു പോവില്ല. തൗറാത്തിലെ ഒരു പേജ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഉമർ തങ്ങൾ നബി തങ്ങളോട് വന്ന് ചോദിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇതൊന്ന് നോക്കി, ഇതിൽ ഹിക്മത്തുണ്ട്, തത്വജ്ഞാനങ്ങളുണ്ട്, അറിവുണ്ട്, കൗതുകമുള്ള വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചമന്നുവെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. തങ്ങൾ ദേഷ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം അന്ന് തന്നെ നിലവിലില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിൻ്റെ ഏടുകൾ കയ്യിൽ പിടിച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ മുമ്പിലുണ്ടായിരിക്കെ എന്തിനാണ് ഉമർ എന്നവരെ നിങ്ങൾ തൗറാത്തിലേക്ക് പോകുന്നത്? ഫീഹി ഹുദൻ, നിങ്ങൾക്ക് സന്മാർഗദർശനം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഇല്ലയോ? എന്നിട്ട് പറഞ്ഞു, ഈ കിതാബ് ഇറങ്ങിയ നബി ആരാന്നറിയോ? നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. സാക്ഷാൽ മൂസാ നബി തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക, വിശുദ്ധ ഖുർആൻ അവിടെ ഉണ്ടെങ്കിൽ മൂസാ നബി തൗറാത്ത് പിടിച്ചിട്ടല്ല നടക്കുക, മൂസാ നബി അലൈഹിസ്സലാം ഖുർആനായിരിക്കും പിൻപറ്റുകയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത്ഭുതകരമാണ്. ഓരോ തവണയും ഖുർആൻ ഓതുമ്പോഴേ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് പുതിയ തലങ്ങൾ നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൃദയത്തിന് നൽകുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ വഫാത്തിന് ശേഷം സന്മാർഗദർശനം മനസ്സിലാക്കാൻ ഇനി എന്താണുള്ളത് എന്നതിനെ സംബന്ധിച്ച് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബും വസുന്നത്തു റസൂലില്ലാ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തും ഇവിടെ ബാക്കിയുണ്ട്. പിന്നെ വഫഹ്മൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശരിയായ അറിവുണ്ട്. ആ അറിവും ഇവിടെ ബാക്കിയുള്ളതാണ്. ചില ആളുകൾക്ക് അള്ളാഹു ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. ഇപ്പോൾ 2000 മരണപ്പെട്ട ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട് ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹിമഹുല്ലാ. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി, ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. വലിയ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വലിയൊരു ആലിമായിരുന്നു. വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജീവിതകാലം ഒരുപാട് ദർസ് നടത്തി. സ്വന്തം നാട്ടിലൊരു പള്ളിയിൽ നിരന്തരം അവർ ഖുർആൻ്റെ തഫ്സീർ ചെയ്തിരുന്നു. മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാ. അറബി അറിയുന്നവർക്കൊക്കെ അദ്ദേഹം ഈജിപ്ഷ്യൻ ഡയലക്റ്റിലാണ് സംസാരിക്കുക. നമ്മുടെ സ്ഫുടമായ അറബി ഭാഷ അല്ല അദ്ദേഹത്തിൻ്റെ സംസാര രീതി, ക്ലാസ് എടുക്കുന്ന രീതി അവരുടെ നാടൻ ഭാഷയിലാണ്. മഹാനവറുകളുടെ തഫ്സീറുണ്ട്, അതിന് പേര് ഖവാത്തിർ എന്നാണ്. ഖവാത്തിർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉദിക്കുന്ന ചിന്തകൾ എന്ന വാക്കിനർത്ഥം. അത് നമ്മളിങ്ങനെ വായിക്കുമ്പോഴല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാളുകളൊക്കെ യൂട്യൂബിൽ ഇവിടുത്തെ റേഡിയോയിലൊക്കെ വരാറുണ്ട്. കേൾക്കുമ്പോഴേ നമുക്കെന്നെ മനസ്സിലാവും, സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹു ഹൃദയത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന അറിവാണ്. ഫഹ്മൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെയോ ആലിമിൻ്റെയോ തഫ്സീറുകൾ അവിടെ വെച്ചിട്ട് അതിന്മേൽ മഹാനവറുകൾ ബിൽഡ് ചെയ്യുന്ന ആശയങ്ങളുണ്ട്, വളരെ മനോഹരമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബ്, അതിൻ്റെ അറിവ് അവസാനിച്ചിട്ടില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ അകക്കാമ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അലി റളിയല്ലാഹുവിൻ്റെ ഈ വാക്ക് പുലർന്നതായിട്ട് കാണാൻ പറ്റും. ഫഹ്മൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ. അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു റാഷിദാണ്, റഷീദാണ്. റാഷിദ് എന്ന വാക്കിൻ്റെ ഫഈൽ എന്ന് പറയുന്ന വസനാണ് റഷീദ്. റാഷിദ് എന്ന് പറഞ്ഞാൽ ശരിയായ ചിന്തയുള്ള ആളെന്നാണ്. റഷീദ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകൾക്കും എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ മാർഗദർശനം മുഴുവനും കൊടുക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. അല്ലാഹു ജല്ല ജലാലുവിൻ്റെ മാർഗദർശന പ്രകാരമാണ് ഉറുമ്പുകൾ അടക്കം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉമ്മത്തുൻ, സമുദായങ്ങളാണ്. ഉറുമ്പുകൾ ഒരു സമുദായമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെയുള്ള
സമുദായങ്ങളാണ് ഉറുമ്പുകൾ. അവകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അവകൾക്കിടയിൽ ലീഡർഷിപ്പുണ്ട്, അവർക്ക് ടാസ്കുകളുണ്ട്. തേനീച്ചകളുടെ ലോകം അത്ഭുതമുള്ള ലോകമാണ്. ജീവജാലങ്ങളുടെ ലോകം അത്ഭുതമാണ്. അവകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ ജന്മനാ ഉള്ള ഒരു ജന്മവാസന, അതിനാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അവകൾ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പ്രോഗ്രാമിംഗ് നടത്തുന്നത് അള്ളാഹു ജല്ല ജലാലുവിൻ്റെ അപാരമായ, അള്ളാഹുവിൻ്റെ വലിയൊരു ഖുദ്റത്താണ്. അള്ളാഹു റഷീദാണ് സുബ്ഹാന ജല്ല ജലാലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയട്ടെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്ഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ളിയാഉൻ വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക കുല്ലുൻ നാസി യഗ്ദു ഫബായിഉ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ എന്നത് പ്രകാശമാണ്. ഇസ്ലാം ഒരു പ്രകാശമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്ഹൂറു ശത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതി തന്നെ ശുദ്ധിയാണ്. ഹൃദയം ശുദ്ധിയാവുന്നു, ശരീരം ശുദ്ധിയാകുന്നു, പരിസരങ്ങൾ ശുദ്ധിയാവുന്നു. ആ ശുദ്ധിയുടെ മേൽ എടുക്കപ്പെടുന്നതാണ് വിശ്വാസം. ശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ഈമാൻ വരുന്നത്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഹക്കീമേ അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത ആളാണ്. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. കാന യഖിറു ദ്വൈഫ് ദ്വൈഫാൻ, അതിഥികൾക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണം വാരി വിളമ്പി കൊടുക്കും, എത്ര വേണമെങ്കിലും കൊടുക്കും. മലയുടെ മുകളിൽ തീ കത്തിക്കും. അപ്പോൾ യാത്രക്കാർ തീ കാണും. യാത്രക്കാർക്ക് മലമുകളിൽ തീ കണ്ടാൽ സന്തോഷമാണ് അന്നത്തെ കാലം. അന്ന് നമ്മളെ പോലെ മരങ്ങളുള്ള മലകളല്ലല്ലോ, പാറമലകളാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തീ കത്തിച്ചാൽ അത് അറബികൾ ചെയ്യുന്നൊരു അടയാളമാണ്. ആ തീ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉദാരമനസ്കനായൊരു മനുഷ്യൻ വഴിയാത്രക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് നാറു ഖിറാ ദൈഫിൻ അലാ അലമി എന്നൊക്കെ ബുസ്രി ഇമാം ബുർദയിൽ പറഞ്ഞത്. പർവ്വതത്തിൻ്റെ മുകളിൽ തീ കണ്ട പോലെ എന്ന് പറഞ്ഞാൽ ഔദാര്യത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ വാരിക്കോരി കൊടുക്കും. അപ്പോൾ ആ തീ കണ്ടാൽ അവിടെ കുടിച്ചെന്നാൽ മതി. അത് മരത്തിന് തീ പിടിച്ചതല്ല, കാരണം മരങ്ങളില്ലല്ലോ. ഇവർ വിളിച്ചറിയിക്കാൻ ചെയ്യുന്ന പണിയാണത്. അവിടെ കുറച്ച് തീയിട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ തീ കണ്ടു കഴിഞ്ഞാൽ യാത്രക്കാർ ആ വഴിക്ക് വരും. അപ്പോൾ അവിടെ താഴെ ഭക്ഷണം ഉണ്ടാവും, കഴിച്ചു പോവുക. ആര് എന്തെന്ന് ചോദിക്കൂല. നമ്മൾ ഒന്ന് രണ്ട് ചരിത്രങ്ങൾ പറഞ്ഞില്ലേ, ഇങ്ങനെ പേര് ചോദിക്കാതെ ഭക്ഷണം കൊടുത്തതൊക്കെ. ഇവിടെ തന്നെയല്ലേ പറഞ്ഞേ? അല്ല, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമൊക്കെ പറഞ്ഞേ. അബൂദർ റളിയല്ലാഹു നാട്ടിൽ പറഞ്ഞ ഇവിടെയല്ല, ഏതായാലും നിങ്ങൾ കേട്ടുകണല്ലോ. നാട്ടിലാ പറഞ്ഞേ. അമവികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ, ഇബ്രാഹിം ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം 6 മാസം വരെ പേര് ചോദിച്ചില്ല. ആ മനുഷ്യൻ്റെ പേരെന്താണെന്ന് ചോദിച്ചില്ല അല്ലേ? അഭയം തേടി വന്നതാണ്. വീട്ടിൽ അഭയം കൊടുത്തു, വാതിൽ തുറന്നിട്ട്. കൂഫയിലേക്ക് വന്നു, കൂഫയിൽ നിന്ന് ബസ്രയിലേക്ക് വന്നു. ബസ്രയിൽ അഭയം തേടി, അവിടെ നിന്ന് കൂഫയിലേക്ക് രക്ഷപ്പെട്ടു. ഒരു വാതിൽ തുറന്നെടുക്കുന്നത് കണ്ടു, അതിൽ അങ്ങ് കയറി ചെന്നതാണ്. അബ്ബാസികളും അമവികളും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അമവികളുടെ ഭരണം അവസാനിച്ച് അബ്ബാസികൾ അധികാരത്തിലേറിയപ്പോൾ അബുൽ അബ്ബാസിൻ്റെ ആളുകൾ അബ്ബാസ് തങ്ങളല്ല, അബുൽ അബ്ബാസ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ആളുകൾ അമവികളെ മുഴുവനും കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളായിരുന്നു ഇബ്രാഹിം ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം. ഇവിടെ തന്നെ പറഞ്ഞു, എൻ്റെ ഓർമ്മ ഇല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ ഓടി രക്ഷപ്പെടുകയാണ്. ഷാമിൽ നിന്ന് ഓടി അദ്ദേഹം, ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ കൂഫയിൽ അഭയം പ്രാപിച്ചു. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അമവി ഭരണാധികാരികളുടെ
കുടുംബക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ കണ്ടാൽ കൊല്ലും. അങ്ങനെ ഒരുപാട് ആൾ കൊല്ലപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അഭയം തേടി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ വലിയൊരു സംഘം ആളുകൾ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഇയാളെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കൂഫയിലേക്ക്. കിലോമീറ്ററുകളോളം ഓടി കൂഫയിലെത്തിയപ്പോൾ വീടുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വാതിലുകളൊന്നും മുട്ടിയിട്ട് ആരും തുറക്കുന്നില്ല. അങ്ങനെ ഒരു വീടിൻ്റെ അരവാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഇയാളങ്ങ് കയറി അവിടെ ഇരുന്നു. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കടക്കട്ടെ. കടന്നോളൂ എന്നും പറഞ്ഞു അകത്തുനിന്ന്. മൂപ്പരങ്ങ് കയറിയിരുന്നു അവിടെ. ഭക്ഷണം എടുക്കട്ടെ എന്നാണ് ചോദിച്ചത് വീട്ടുകാരൻ. കുടിക്കാൻ വെള്ളം വേണ്ടേ? അപ്പോൾ വെള്ളവും ഭക്ഷണം കൊടുത്തു. വിശ്രമിച്ചോളൂ കേട്ടോ, നമ്മൾ കടന്നോളൂ. അറബികളുടെ ആ ധൈര്യവും ആ ഒരു ഹോസ്പിറ്റാലിറ്റി ആലോചിച്ച് നോക്കി. നാട് ഏതാണ്? ആധാർ കാർഡ് ചോദിക്കണില്ല, പാസ്പോർട്ട് കോപ്പി ചോദിക്കണില്ല, പത്താക്കണ്ടോ എന്ന് ചോദ്യമില്ല. കയറി ഇരുന്നോ എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കുകയാണ്. കിടന്നോന്നും പറഞ്ഞു. വീട്ടിൽ താമസിപ്പിച്ചു. 1 മാസം കഴിഞ്ഞു. 2 ആൾ അങ്ങോട്ടും കൊണ്ട് പേര് ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പേരെന്താ, നാടെന്താന്ന് ചോദിച്ചില്ല. ആറ് മാസത്തോളായി. ഇയാൾക്ക് ഭക്ഷണം കഴിക്കും, പകല് പുറത്ത് പോകും, വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ 6 മാസത്തോളം സമയമായപ്പോഴേ സുബ്ഹാന ജല്ല ജലാലി മനുഷ്യന് വല്ലാത്ത ഇത്രയും കാലം എങ്ങനെ നിൽക്കുക, പോണ്ടേ? അപ്പോൾ വീട്ടുകാരനൊരു കഥ പറഞ്ഞു. അമവികളിൽ എൻ്റെ വാപ്പയെ കൊന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ കിട്ടിയാൽ അയാളെ ഞാൻ കൊല്ലും. അപ്പോൾ ആരായത്? ഈ അതിഥിൻ്റെ പേരാണ് പറയണത്. ഇബ്രാഹിം ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം എന്ന പേര്. അദ്ദേഹം പറഞ്ഞു, അബ്ഷിർ, സന്തോഷിച്ചോളി, നിങ്ങളെ തേടി നടക്കുന്ന മനുഷ്യൻ ഞാനാണ്. നിങ്ങളോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ വേഗം ഇറങ്ങി ഓടിക്കോ, കാരണം ഞാൻ എൻ്റെ അതിഥിയെ കൊന്നു എന്നെനിക്ക് പറയേണ്ടി വരും. അത് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെൻ്റെ അതിഥിയാണ്. എൻ്റെ അതിഥിയെ ഞാൻ ഒരിക്കലും കൊല്ലൂല. എന്നാൽ എൻ്റെ വാപ്പയുടെ ഘാതകനെ എൻ്റെ മുമ്പിൽ കണ്ടാൽ എനിക്ക് കണ്ടെക്കാനും പറ്റില്ല. അതുകൊണ്ട് പറ്റുന്ന സാധനങ്ങൾക്ക് എടുത്തോളൂ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം നിന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു. 6ാമത്തെ മാസമാണ് പേരെന്താന്ന് ചോദിക്കുന്നത്. അതുവരെ അഭയം പ്രാപിച്ചു വന്ന ആളല്ലേ, അയാൾക്ക് വെള്ളവും വെളിച്ചവും അയാളോട് അങ്ങോട്ട് ചോദിച്ചില്ല, അയാൾ ഇങ്ങോട്ട് പറഞ്ഞതുമില്ല, ചോദിച്ചില്ല എന്നാണ്. ഇതൊക്കെ അറബികൾക്കിടയിൽ കാണുന്ന വലിയൊരു നന്മയാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ കൾച്ചർ അങ്ങനെയാണ്. സ്ട്രേഞ്ചേഴ്സിനെ ദേ ആർ സോ ഹോസ്പിറ്റബിൾ ടു സ്ട്രേഞ്ചേഴ്സ്. കാരണം മരുഭൂമിയിലൊക്കെ ഒരു പരിചയമില്ലാത്ത ആളുകൾ തമ്മിലായിരിക്കും അവരുടെ യാത്രയിൽ പരിചയപ്പെടുക. അവർക്ക് വെള്ളം വേണം, അവരോട് ചോദിക്കണം. ഇനി ഇവിടുന്ന് വിട്ടാൽ എത്ര കിലോമീറ്റർ, എത്ര ഫർസഖ് കഴിഞ്ഞിട്ടാണ് അടുത്ത കിണറുള്ളത്, എവിടെയെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ, ഇതൊക്കെ അവർ ചോദിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ടാണ്. അതുകൊണ്ട് അറബികൾ ഒരു പരിചയമില്ലാത്ത ആളുകൾക്കും അവർ ഉപകാരം ചെയ്യുന്നവരാണ്. വെരി ഹോസ്പിറ്റബിൾ ടു സ്ട്രേഞ്ചേഴ്സ്. നമ്മളൊന്നും സ്ട്രേഞ്ചേഴ്സിനെ അങ്ങനെ എൻ്റർടൈൻ ചെയ്യൂല. നമുക്ക് ധൈര്യം വരില്ല. ആളെന്നെ കൊല്ലാൻ വന്നതാണെന്ന് ആദ്യം ചിന്തിക്കുക. എന്നെ ഉപദ്രവിക്കുമോ നമ്മൾ, അവർക്ക് പേടില്ല. ചരിത്രത്തിലെ വലിയ ഹക്കീം ഇബ്നു ഹിസാമിനെ കുറിച്ച് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറയാം. അദ്ദേഹം അതിഥികൾക്ക് വാരിക്കോരി ഭക്ഷണം കൊടുത്തിരുന്ന ആളാണ്. അങ്ങനെ നബി തങ്ങളോട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, പുണ്യ നബിയെ, ഞാൻ ജാഹിലിയ്യത്തിൽ ചെയ്ത ആ നന്മകൾ എനിക്ക് ഉപകാരപ്പെടുമോ? അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അന്നൊന്നും ഞാൻ മുസ്ലിമല്ല. വഹൽ യൻഫഉനി ദാക്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹക്കീമേ, അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. നിങ്ങൾ ചെയ്തു വെച്ച നന്മയുടെ മുകളിലാണ് നിങ്ങൾക്ക് അല്ലാഹു ഇസ്ലാം തന്നത്. നിങ്ങൾ ചെയ്തു വെച്ച നന്മ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഹിദായത്ത് നിലനിന്ന് കിട്ടാനും അവരേറ്റവും അർഹതയുള്ളവരാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നിലനിർത്തി. പക്ഷേ എന്തെങ്കിലും ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, യൗവന കാലഘട്ടങ്ങളിൽ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന നന്മകൾ, അത് എത്ര ഇസ്ലാമിന് അന്യമായ ആളുകളാണെങ്കിൽ തന്നെയും എപ്പോഴെങ്കിലും ഹിദായത്ത് ലഭിക്കാൻ അത് കാരണമാവും. ഒരുപക്ഷെ നമ്മളൊന്നും അറിയുന്നുണ്ടാവില്ല, അവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല. അവർക്കറിയാം, ഒരുപക്ഷെ അവർ പുറത്തു പറയില്ല. നന്മ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹിദായത്തിൻ്റെ സാധ്യത 99% ഉണ്ടെന്നാണ്. അസ്ലം അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. നിങ്ങൾ ചെയ്ത നന്മയുടെ മുകളിലാണ് ഹക്കീമെ നിങ്ങൾക്ക് അല്ലാഹു തആല ദീൻ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആ ഒരു പ്യൂരിറ്റി നിലനിർത്തുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ്.
അത്വഹൂറു ശത്റുൽ ഈമാൻ. അതുകൊണ്ട് ഈമാനിൻ്റെ പകുതി എന്ന് പറയുന്നത് ശുദ്ധിയാണ്, വൃത്തിയാണ്. അത് പറയുമ്പോൾ ഫിസിക്കൽ നമ്മൾ ബാത്റൂമിൽ വൃത്തിയാക്കുന്ന കാര്യമാണെന്ന് തോന്നിപ്പോകും. അല്ല, എല്ലാ തരത്തിലുമുള്ള മനുഷ്യൻ്റെ ശുദ്ധിയാണ്. അത്വഹൂറു ശത്റുൽ ഈമാൻ, ഹൃദയത്തിൻ്റെ വിശുദ്ധി, നാവിൽ വാക്കിൽ നമ്മൾ കാണിക്കുന്ന വിശുദ്ധി, നമ്മുടെ ചിന്തകളിൽ കാണിക്കുന്ന വിശുദ്ധി, പൈശാചികമായ ചിന്തകൾ താലോലിക്കാതിരിക്കുക, പിശാചിന് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയാതിരിക്കുക. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും, പക്ഷേ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറയാതിരിക്കുക. അത്വഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നത് മീസാനെ നിറക്കും, തൂക്കും. മീസാൻ, അള്ളാഹുവിൻ്റെ നന്മ തൂക്കുന്ന തുലാസ് നിറയാൻ മാത്രം ഒരു അൽഹംദുലില്ലാ മദീനാണ്. വീണ്ടും ചൊല്ലിയ വീണ്ടും അതിൽ നിറയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ നിറയാൻ മാത്രം സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലായും മതി. ഒരു സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ആകാശഭൂമികൾക്കിടയിൽ നിറയുന്നതാണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ചൊല്ലിയപ്പോൾ എന്താവും, രണ്ടാമത്തെ ചൊല്ലിയ എന്താവുന്ന സംശയം വേണ്ട. ഏതുപോലെ ഈ ഹാളിൽ ഒരു ലൈറ്റ് ഇട്ടാൽ അവിടെ ഫുള്ള് വെളിച്ചം കിട്ടൂലേ, 2 ബൾബിട്ട് എന്താവും, 4 1000 ബൾബ് കത്തിച്ചു എന്ന പോലെയാണത്. എന്നിട്ട് പറഞ്ഞു വസ്വലാത്തു നൂർ, നിസ്കാരം എന്നത് പ്രകാശമാണ്. വസ്വലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. പ്രകാശം എവിടെ ആവശ്യമുള്ളത്? ഇരുട്ടിലാണ് പ്രകാശം വേണ്ടത്. നിസ്കാരം പ്രകാശമാണ്. സ്വദഖത്തു ബുർഹാൻ, സ്വദഖത്തു ബുർഹാൻ. നമ്മൾ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജാഹിലിയ കാലത്ത് മുസ്ലിമായി നടന്ന, ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൽ വിശ്വസിച്ചൊരു മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞില്ലേ അല്ലേ? ഉമർ റളിയല്ലാഹുവിൻ്റെ അളിയൻ്റെ ഉപ്പ ഫാത്തിമ ബിൻതുൽ ഖത്താബ്. അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കഅബാലയത്തിന് മുമ്പിൽ വന്ന് അങ്ങോട്ട് വീകും, മുഖത്തിന്മേലങ്ങ് വീഴും. എന്നിട്ട് പറയും, അല്ലാഹുവേ ലൗ അലിംതു അഹബ്ബൽ വുജൂഹി ഇലൈക് ലഅബദ്തുക ബിഹാ, പടച്ചവനെ നിന്നെ ആരാധിക്കേണ്ട ശരിയായ ഏറ്റവും നല്ല രൂപം ഏതാണ് എന്ന് എനിക്കറിയുമായിരുന്നുവെങ്കിൽ. അദ്ദേഹം ഇത് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരുന്നതിൻ്റെ മുമ്പാണ്. അദ്ദേഹം ഇബാദത്ത് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു. എങ്ങനെ നിസ്കാരം, ഫാത്തിഹ ഇതൊന്നും അറിയില്ല. സുജൂദും റുക്കൂഉം എങ്ങനെ ചെയ്യേണ്ടത് അതൊന്നും അറിയില്ല. അദ്ദേഹം മുഖം കുത്തി വീഴും മണ്ണിൽ. എന്നിട്ട് പറയും, ലോകത്തെ പടച്ചവനായ അല്ലാഹുവേ, ഇത് നിനക്കുള്ള എൻ്റെ ആരാധനയാണ്, എനിക്കിങ്ങനെ ചെയ്യാൻ അറിയുള്ളൂ. ഒരു നബിയുടെ ദഅവത്തോ റിസാലത്തോ കിതാബോ ഒന്നും അന്ന് മക്കയിലില്ല. അദ്ദേഹത്തിന് തോന്നി ബിംബാരാധന ശരിയല്ല എന്ന്. അങ്ങനെ അദ്ദേഹം ഏകനായ അല്ലാഹുവിന് ഇബാദത്ത്. അദ്ദേഹം ജാഹിലിയ കാലത്ത് ജീവിച്ച മുവഹിദാണ്, തൗഹീദിൻ്റെ ആളാണ്. അദ്ദേഹം സ്വഹാബിയല്ല, പക്ഷേ റളിയല്ലാഹു അൻഹു എന്ന് പറയാം, റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാം. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. നിസ്കാരം ഒരു ഇബാദത്താണ്. നിസ്കാരം ഒരു പ്രകാശമാണ്. സ്വലാത്തു നൂറുൻ, നിസ്കാരം കൊണ്ട് അങ്ങനെ ഒരു പ്രകാശം നമ്മുടെ ഖൽബിലേക്ക് കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സുജൂദിൽ നമ്മൾ തലവെച്ച് എണീക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുമ്പോൾ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം റബ്ബേ നിൻ്റെ വിഷയമാണ്, അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല. ഏറ്റവും ഉന്നതങ്ങളിലുള്ള അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ ഏറ്റവും താഴെയാണ്, ഞാൻ മണ്ണിലാണ് തലവെച്ചിട്ടുള്ളത്. ഞാൻ ഏറ്റവും അസ്ഫലു സാഫിലീൻ, അല്ലാഹു അഅലൽ അല്ലിയീൻ. സുബ്ഹാന റബ്ബിയൽ അഅല, നമ്മൾ അല്ലാഹു ഏറ്റവും മീതയാണ്, നമ്മൾ ഏറ്റവും താഴെ കിടക്കുമ്പോഴാണ് പറയുന്നത് അല്ലേ? സ്വലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. ഈ അടുത്തൊരാൾ ഇസ്ലാം സ്വീകരിച്ച ഒരു അനുഭവം, ഒരു വെസ്റ്റേൺ, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല, പക്ഷേ അദ്ദേഹം തൻ്റെ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ 1-2 ഫ്രണ്ട്സ് അവർ നിസ്കരിക്കാൻ സമയമായപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടി അന്ന് റോഡിൻ്റെ പുറത്ത്, ഒരു യൂറോപ്യൻ രാജ്യത്താണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇവർ നിസ്കാരത്തിൽ ചൊല്ലുന്ന
ദിക്റുകളുടെ ഒരു പ്രിൻ്റ് ഇംഗ്ലീഷിലുണ്ടായിരുന്നു. ഫാത്തിഹൻ്റെ അർത്ഥവും സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല, അതിൻ്റെയൊക്കെ ദിക്റുകളുടെ മഅന ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ പ്രാർത്ഥിക്കൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ ഞങ്ങൾ എന്താ പറയണമെന്ന് വേണമെങ്കിൽ കേട്ടോളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് ഈ ഇബാദത്ത് ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ നിസ്കാരമുണ്ട് എന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ ആരാധനയുണ്ട്, മനുഷ്യൻ സൃഷ്ടാവിന് ചെയ്യുന്ന പരമപ്രധാനമായ പ്രണാമം. അപ്പം അദ്ദേഹം പറയും, ഞാൻ ആ നിസ്കാരമൊക്കെ കണ്ടു, എനിക്കൊന്നും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വന്നു, ഞാൻ ഈ പേപ്പർ ഒന്നുകൂടെ എടുത്തു, അവിടെ വെച്ചിരുന്നു, ഒന്നുകൂടെ എടുത്തു നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അതിനർത്ഥമൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കി. In the name of Allah, the entirely merciful, the especially merciful. Alhamdulillahi Rabbil Alameen. Praise be to God, who is the Lord of the worlds. അങ്ങനെ അദ്ദേഹം അതിൻ്റെ മഅനകൾ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. റുക്കൂയിലേക്ക് പോകുന്ന പൊസിഷനും അതിൽ പറയുന്നതും. അദ്ദേഹം പറയാ, ഞാൻ കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ വായിക്കുന്നു, എനിക്ക് ഖുർആൻ്റെ ഒരു കോപ്പി വേണമെന്നായി, ഞാനത് സംഘടിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ഞാൻ ഒരു തവണ വായിച്ചു. അത് എളുപ്പമായിരുന്നില്ല, കാരണം ഒരുപാട് പേജുകളുണ്ട്. പക്ഷെ ഞാൻ ഇരുന്ന് ഞാൻ വായിച്ചു. എനിക്ക് നിസ്കരിക്കണം എന്ന് തോന്നി. അദ്ദേഹം പറയാ, ഞാൻ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. അപ്പോഴേക്കും എൻ്റെ കണ്ണിന്ന് കണ്ണുനീർ ഒഴുകി വരാൻ തുടങ്ങി. എനിക്ക് കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു അരമണിക്കൂറോളം കരഞ്ഞു. ഞാൻ നിസ്കരിച്ചില്ല, പിന്നെ അവിടെ ഇരുന്നു, എന്നെക്കൊണ്ട് പറ്റിയില്ല. അരമണിക്കൂറോളം ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്തു, എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരൻ നിസ്കരിച്ചത്, അങ്ങനെ ഒന്ന് നിസ്കരിക്കാൻ. രണ്ടാമത്തെ തവണ വീണ്ടും എനിക്ക് കരച്ചിൽ വന്നു. അങ്ങനെ ഞാൻ സ്വയം ഈ ആരാധനയുടെ പൊസിഷനും അത് പറയുന്ന വാചകങ്ങളും ചൊല്ലിയപ്പോഴേ ഇത് എത്രത്തോളം മനോഹരമായ വാക്കുകളാണ് നമ്മൾ ഈ ഉച്ചരിക്കുന്നത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഖുർആൻ സൂറകളുടെയും ഫാത്തിഹയുടെയും അത്തഹിയാത്തിൻ്റെയും ആശയങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് സോ പവർഫുൾ. അങ്ങനെ അദ്ദേഹം അവിടുത്തെ അവിടുത്തെ ഇസ്ലാമിക് സെൻറ്ററിൽ ചെന്നിട്ട്, അവിടുത്തെ ന്യൂ മുസ്ലിം സെൻറ്ററിൽ ചെന്നിട്ട് അദ്ദേഹം തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ആകർഷിച്ചത് ഇസ്ലാമിലെ ഈ ആരാധനയുടെ ഭംഗിയാണ്. നമുക്കെപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതിന് ഭയങ്കര ഭംഗിയുണ്ട്, നിസ്കാരത്തിന് ഇത്ര ഭംഗിയുണ്ട്? നമ്മൾ നിൽക്കുന്നതും ഇങ്ങനെ റുക്കൂഇൽ നിൽക്കുന്നതും സുജൂദിലേക്ക് എത്തിയതാലും സുജൂദിൽ പോകുന്നതും അത്തഹിയാത്തും അവിടെ ഇരുന്ന് ചൊല്ലുന്നതും നമ്മുടെ അനക്കവും അടക്കവും നമ്മൾ കഅബയെ ഫേസ് ചെയ്യുന്നതും ഓരോ വാക്കുകളും. അതുകൊണ്ടാണ് വസ്വലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. ഇത് കാരുണ്യവാനായ അല്ലാഹു, റഷീദായ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ ഹൃദയങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കാൻ അല്ലാഹു നിശ്ചയിച്ച റബ്ബിൻ്റെ വഴിയാണ് നിസ്കാരം. നമ്മൾ സമാധാനം കിട്ടണമെങ്കിൽ എവിടേക്കും പോണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? സമാധാനം കിട്ടാൻ മനുഷ്യർക്ക് റബ്ബ് നിശ്ചയിച്ച വഴിയാണ് 5 നേരത്തെ നിസ്കാരം. അത് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് സമാധാനമുണ്ട്. നൂറുൻ, അത് പ്രകാശമാണ്. നമ്മൾ ചുറ്റുവട്ടത്തും എത്ര ഇരുട്ടുകൾ വീണാലും നമ്മൾ പ്രകാശത്തിലാണ് നിൽക്കുന്നത്. അതാ നിസ്കാരത്തിൻ്റെ പ്രത്യേകത. ചുറ്റുവട്ടത്തും ഘനീഭവിച്ച ഇരുട്ടുകളായിരിക്കും, പക്ഷേ നമ്മൾ വെളിച്ചത്തിലാണ്. നമുക്ക് വെളിച്ചമുണ്ട്, ചുറ്റുവട്ടത്ത് ഇരുട്ട്, എന്താ കുഴപ്പം? നമുക്ക് വെളിച്ചമുണ്ട്, നമ്മൾ ജീവിക്കുന്ന വെളിച്ചത്തിലാണ്. അതുകൊണ്ട് നിസ്കാരം എന്ന ഇബാദത്ത് റഷീദായ അല്ലാഹു മനുഷ്യന് നിശ്ചയിച്ച വിജയത്തിൻ്റെ ഒരു മാർഗദർശനമാണ്, സമാധാനത്തിൻ്റെ ഒരു മാർഗദർശനമാണ്, സലാമത്തിൻ്റെയും സആദത്തിൻ്റെയും മാർഗദർശനമാണ്. സമാധാനം വേണം, സന്തോഷം വേണം. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ അനുസരണയിലാണ് അള്ളാഹു തആല വെച്ചിട്ടുള്ളത്. ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്, അമ്പിയാക്കന്മാർ വന്നത്. സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി. വസ്സദഖത്തു ബുർഹാൻ. സ്വദഖ എന്നത് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത്. പിഷ്കന്മാർക്കത് കിട്ടൂല. ദാനധർമ്മം ചെയ്യുന്നത് ഈമാനിൻ്റെ ലക്ഷണമാണ്, ഈമാൻ്റെ അടയാളമാണ്. വസ്സബ്റു ദിയാ, ക്ഷമയെന്നത് ഒരു പ്രഭയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ക്ഷമയെന്നത് പ്രഭയാണ്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ചൊല്ലാൻ പറഞ്ഞു. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ആദ്യം വൃത്തിയെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? തുഹൂറിനെ കുറിച്ച് പറഞ്ഞു, സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും പറഞ്ഞു. നിസ്കാരം ഒരു വെളിച്ചമാണ്. സ്വദഖ എന്നത് നിങ്ങളുടെ ഈമാനിൻ്റെ ബുർഹാനാണ്, നിങ്ങളുടെ ഈമാനിൻ്റെ പ്രൂഫാണ്.
സ്വതക്ക. ഈമാൻ്റെ പ്രൂഫുണ്ടോ? പ്രൂഫ് എവിടെയെന്ന് ചോദിക്കൂലേ? സ്വതക്കയാണ് അതിൻ്റെ പ്രൂഫ്. നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ? അല്ലാത്തവർക്കൊരു പിടുത്തം വരും, കൊടുക്കാൻ തോന്നൂല. ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും. കുട്ടികളെ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് വല്ലതും ലോകത്ത് ചെയ്യാൻ പറ്റുമോ? എത്രയെല്ലാം ആവശ്യങ്ങളുണ്ട് മനുഷ്യന്. അൺലിമിറ്റഡ് ബോൺസാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. അൺലിമിറ്റഡാണ്. കൊമേഴ്സൊക്കെ പഠിക്കുന്നില്ല. അൺലിമിറ്റഡ് ബോൺസ്. മനുഷ്യൻ്റെ ഡിമാൻഡുകൾ അൺലിമിറ്റഡാണ്. പക്ഷെ അതിനിടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം. വസ്സദഖത്തു ബുർഹാൻ, ദാനധർമ്മം ചെയ്യണം എന്നാണ് പറഞ്ഞത്. സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം. ഒരു മനുഷ്യന് വെറുതെ എന്തെങ്കിലും കൊടുക്കുക, അത് ഭയങ്കരമായ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അത് അനുഭവിച്ചറിയണം. നമ്മൾ വാങ്ങിക്കൽ, നമ്മൾ ഏറ്റവും നമ്മൾ കൊടുക്കാൻ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക, അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് വല്ലാത്ത സന്തോഷമാണ്. വസ്സദഖത്തു ബുർഹാൻ, അത് ഈമാനിൻ്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു വസ്സബ്റു ദിയാ, ക്ഷമ എന്നത് വെളിച്ചമാണ്, ക്ഷമ എന്നത് പ്രഭയാണ്. ക്ഷമ ഇന്നത്തെ കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും വിദ്യാർത്ഥിനികൾ ക്ഷമ എന്ന് പറയുന്ന വലിയൊരു ഇബാദത്ത് ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ക്ഷമയാണ്. കൂട്ടുകാരികളും ചെയ്യുന്ന അഭിപ്രായങ്ങൾ കോപ്പിയടിക്കാതിരിക്കുക. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാനിന്ന് സ്കൂളിൽ അവിടെ നിസ്കരിച്ചിരിക്കുമ്പോൾ അവിടുത്തെ സീനിയർ ക്ലാസ്സിലെ 13ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി, ഒരു ചെക്കൻ പയ്യൻ വന്നിട്ട്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയൊന്നുമല്ല, അറബിക് സ്പീക്കിംഗ് ആണ്. അവനോട് പറഞ്ഞു, നല്ല ഫുട്ബോൾ കളിക്കാരനാണ് സാർ, എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട്, അവിടുത്തെ ഫുട്ബോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ. ഞാൻ ചോദിച്ചു എന്താ തീരുമാനം എന്ന് ചോദിച്ചു. ഞാൻ പോണ്ടേ, സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഉമർ, നിൻ്റെ ദീൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ നീ അത് ചൂസ് ചെയ്യണ്ട. നിൻ്റെ ദീൻ സേഫാണെങ്കിൽ നീ പോയിക്കോ. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഉപ്പ അതാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഉപ്പ പറഞ്ഞു, മോനെ, നിൻ്റെ ദീൻ അത് പോയാൽ എല്ലാം പോയി, അതുണ്ടെങ്കിലേ നിനക്ക് എന്തും ഉള്ളൂ എന്നെൻ്റെ ഉപ്പ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. എനിക്കിപ്പോൾ അവിടെ സമാധാനമുണ്ട്, നല്ല നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു 13ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി. നമ്മൾ ആലോചിച്ച് നോക്കി, മിക്സ്ഡ് ക്ലാസ് റൂമുകളാണ്, മിക്സ്ഡ് കൾച്ചറാണ്. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഈമാനികമായ ചിന്ത ആ മോൻ്റെ മനസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ നന്മയാണ്, എത്ര വലിയ നന്മയാണ്. അള്ളാഹു കുട്ടിക്കും നമുക്കൊക്കെ അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരട്ടെ. അങ്ങനെ വലിയ പൈസക്കാരാണ്, പക്ഷേ ഈമാൻ നഷ്ടപ്പെടുമല്ലോ. അവൻ പറഞ്ഞു, അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സംസാരിച്ചു, ഒരു 10 മിനിറ്റ് നേരം. അപ്പം പറഞ്ഞു, ശരിയാണ്, ഇതൊക്കെ ഇല്യൂഷനാണ്. നമ്മൾ ചുറ്റും നടക്കുന്ന ഈ സംഗതികളൊക്കെ ഭയങ്കര രസകരമാണെന്ന് തോന്നുന്നേ ഉള്ളൂ, അതിലൊന്നും രസവും ഇല്ല എന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ കണ്ണ് നനഞ്ഞുപോയി. ആ ഒരു കുട്ടിയാണ് ഈ പറയണത്. സുബ്ഹാനല്ലാഹ്, ഒരു 18-19 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ഈ പറയണത്. നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. നമ്മുടെ സ്കൂളിലൊക്കെ എവിടെയെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുമ്പോഴേക്കും കുട്ടികൾ അടിച്ചു പൊളിച്ചങ്ങനെ വഴിതെറ്റി പോകാതെ ആ ഒരു ഇരുട്ടിനുള്ളിൽ നിന്നുകൊണ്ട് വെളിച്ചം നൽകുന്നവരായി നമ്മുടെ മക്കൾക്ക് മാറാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. വസ്സബ്റു ദിയാ, ക്ഷമ എന്നത് അതൊരു പ്രഭയാണ്. കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ ഇപ്പോൾ 40 മിനിറ്റിൻ്റെ ബ്രേക്ക് ടൈമാണ്. ആ ബ്രേക്ക് ടൈമിൽ കുറേ കുട്ടികൾ നിസ്കരിക്കാൻ വരും. നമ്മളവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ ഒരു സിസ്റ്റത്തിലാവുന്നത് കൊണ്ട് നമ്മളവരെ എൻകറേജ് ചെയ്യും. അങ്ങനെ സ്ഥിരം നിസ്കരിക്കാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട മോനാണ് ഈ മോന്. ചുറ്റുവട്ടത്തും കുറേ ഹാങ് ഔട്ട്സ് കാണാം. കുട്ടികൾക്ക് സമയം കളയാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ അള്ളാഹു കുട്ടികളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര ക്ഷമ വേണം, അതിന് ഭയങ്കര ക്ഷമ വേണം. ഇന്നത്തെ കാലഘട്ടം ഒരു വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ പോകാതെ പിടിച്ചു നിൽക്കണം. ഒരു വിവാഹിതനാകുന്നത് വരെ, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത് വരെ ഒരു തിന്മയിലേക്ക് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. വസ്സബ്റു ദിയാ, ക്ഷമ എന്നത് പ്രഭയാണ്. ക്ഷമയില്ല,
അതൊന്നും കാത്തിരിക്കാൻ വയ്യ, എൻ്റെ ഹോർമോണുകൾ അങ്ങനെയാണ്, അതിലിപ്പോൾ എന്താ കുഴപ്പം, അതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നൊരു തരത്തിലേക്ക് മക്കൾ മാറിയാൽ അള്ളാഹുവിൻ്റെ നിയമത്തെ തിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ബോർഡറുകളാണ്, ആ ബോർഡറുകൾ നിങ്ങൾ മറികടക്കരുതേ എന്ന് അള്ളാഹു തആല പറയാണ്. ഇന്നല്ലാഹ ലയഗാർ, അള്ളാഹുവിൻ്റെ വലിയ ആത്മാഭിമാന രോഷമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വഗീറത്തുഹു, അള്ളാഹുവിന് ഏറ്റവും വലിയ ഗീറത്ത്, ദേഷ്യം വരുന്നത് അൻ തുൻതഹക ഹുറുമാത്ത്, അള്ളാഹുവിൻ്റെ ഹുർമത്തുകൾ പിച്ചു ചീന്തപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ക്ഷമയെന്നത് ളിയാ, അതൊരു പ്രഭയാണ്. വിവാഹിതനാകുന്ന സമയം വരെ, അതിനുശേഷം വേണം, പക്ഷെ അതുവരെ നിർബന്ധമായിട്ടും ഒരു വലിയൊരു ക്ഷമയുടെ വലയത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കേണ്ടത്. ഹറാമിൻ്റെ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും മുമ്പിലുണ്ടായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് റബ്ബിൻ്റെ കാവൽ നൽകട്ടെ, നമ്മളെല്ലാവർക്കും. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക്, ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, ഔ അലൈക്, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കും. രണ്ടാലൊന്നാണ് ഖുർആൻ. ഖുർആൻ നാളെ സാക്ഷി പറയും. അതൊന്നുകിൽ നമുക്ക് അനുകൂലമായിട്ട് പറയും, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് പറയും. ഏത് തരത്തിലാണ് ഖുർആൻ നമുക്ക് സാക്ഷിയാവാൻ പോകുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു ധാരണ വേണം. അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക്, ഖുർആൻ ഈസ് എ വിറ്റ്നസ് ഇൻ ഫേവർ ഓഫ് യു ഓർ അഗെയിൻസ്റ്റ് യു. രണ്ടാലൊന്നാ സംഭവിക്കുക. ഖുർആൻ സാക്ഷി പറയും, അല്ലാഹുവേ ഞാൻ അവൻ്റെ മുമ്പിലുണ്ടായിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനന്ന് ഒരു ആപ്പ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, അന്ന് ഓപ്പൺ ആക്കിയാൽ മതിയായിരുന്നു. അവൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, എന്നെ തൊട്ട് നോക്കിയിട്ടില്ല. മുസ്ഹഫുണ്ട്, എന്നെടുത്ത് ഓതിയിട്ടില്ല. ഹിഫ്ദുണ്ടായിരുന്ന സൂറകളുണ്ടായിരുന്ന അവൻ്റെ ഖൽബിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല റബ്ബേ. പത്രങ്ങളായ പത്രങ്ങളും ന്യൂസുകളും ഒക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പേജ് എന്നെ ഓതാൻ അവന് സമയം കിട്ടിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഹുജ്ജത്തുൻ അലൈക്, എതിരായി സാക്ഷി പറയുന്ന ഈ ഒരു ഉപദേശം ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാനുള്ള വെളിച്ചം ഈ ഒരൊറ്റ ഹദീസിലുണ്ടെന്നാണ്. എന്നിട്ട് പറഞ്ഞു, കുല്ലുന്നാസു യഗ്ദു, എല്ലാവരും രാവിലെ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ബെഡിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഫബായിഉൻ നഫ്സഹു ഫമുഅ്തിഖുഹാ, അങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്നവരുണ്ട്, രക്ഷപ്പെടുത്തുന്നവരുണ്ട്. ഔ മൂബിഖുഹാ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ തടവറയിൽ കൊണ്ടുപോയി സ്വന്തം നഫ്സിനെ തളച്ചിടുന്ന മനുഷ്യരുമുണ്ട് ഓരോ ദിവസവും. അല്ലാത്ത വാക്കാണത്. കുല്ലുന്നാസി യഗ്ദു, എല്ലാവരും രാവിലെ പോകുന്നുണ്ട് വീട്ടിൽ. കുട്ടികൾ സ്കൂൾക്ക് പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, ഡ്രൈവർമാർ ഇറങ്ങുന്നുണ്ട്, കൂലിപ്പണിക്കാരിറങ്ങുന്നുണ്ട്, അധ്യാപകർ ഇറങ്ങുന്നുണ്ട്, എൻജിനീയേഴ്സ് ഇറങ്ങുന്നുണ്ട്, വലിയ വലിയ വിഷനറീസ് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. രാവിലെ എല്ലാവരും പോകുന്നുണ്ട്. കുല്ലുന്നാസി യഗ്ദു ഫബായിഉൻ നഫ്സഹു ഫമുഅ്തിഖുഹാ, നഫ്സിനെ മോചിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഫ്രീഡം വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് വാദിക്കുന്നതിൻ്റെ ഒരു മറുവശം എന്താണെന്നറിയോ? ഈ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് ശരിക്കവർ ശരീരത്തിൻ്റെ അടിമയാവണം എന്നാണ് പറയണത്, അല്ലേ? അവർ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ അടിമയാവുക എന്നാണ്. നേരെ മറിച്ച് നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയോ അതിനെ റീഡിഫൈൻ ചെയ്യുകയോ ചെയ്യാൻ, നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് സമാധാനമുണ്ട്. നമ്മൾ ആരുടെ അടിമയാണ്? അള്ളാഹുവിൻ്റെ അടിമയാണ്. സ്വാതന്ത്ര്യം വാദിക്കുന്ന ആളുകൾ അവൻ്റെ ശരീരത്തിൻ്റെ ദുഷ്ടമായ ആഗ്രഹങ്ങളുടെ അടിമയാണ്. സ്വാതന്ത്ര്യമല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് വസ്സബ്റുദിയ, ക്ഷമ വേണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എവ്രി മാൻ വുഡ് ലൈക്ക് ടു എൻജോയ് ബ്യൂട്ടി. പുരുഷന്മാർക്ക് സൗന്ദര്യം ആസ്വദിക്കുന്നത്, കാണുന്നത് ഇഷ്ടമാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗന്ദര്യവതിയായി കാണപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരെ പെണ്ണുങ്ങൾ. ദേ ലവ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ. അങ്ങനെയാണ്. അതുകൊണ്ട് കുട്ടികൾ മുടി വാരും. നമ്മൾ ആണുങ്ങൾ ചിലപ്പോൾ അങ്ങനെ തടി മുടിയും ശരിയാക്കാണെങ്കിൽ എഴുന്നേറ്റ് ഓടുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ പെട്ടെന്നങ്ങ് വരില്ല. അവർ മുടിയൊക്കെ ഒന്ന് വാർന്ന് ചീകി വെച്ച് മുടഞ്ഞു വെച്ച് പിന്നെ അതൊക്കെ മഫ്തിയൊക്കെ ഒന്ന് കുത്തിയത് റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കാണാൻ ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആൺകുട്ടികൾ അങ്ങനെയല്ല. അവരങ്ങനെ എങ്ങനെയെങ്കിലും ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് സൗന്ദര്യം കണ്ടാസ്വദിക്കുന്നവരാണ്. പുരുഷന്മാർ സൗന്ദര്യം കാണാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്ന രീതി അതാണ്. നമ്മൾ സൗന്ദര്യം കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്.
അവർ സൗന്ദര്യവതികളായി കാണപ്പെടണമെന്നാണ് അവരാഗ്രഹിക്കുക. അതുകൊണ്ട് പുരുഷന്മാരോട് പറഞ്ഞു ഗുല്ലൂ മിൻ അബ്സാരിഹിം, അവർ കണ്ണുകൾ ചിമ്മണം. കാരണം നമ്മുടെ പ്രശ്നം, നമ്മൾ ക്ഷമിക്കേണ്ട വിഷയം എവിടെയാണ്? വായ നോക്കികളാവരുത്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, നബിയെ ടെൽ ദ ബിലീവിംഗ് മെൻ ദാറ്റ് ദേ ഷുഡ് ലോവർ ദ ഗെയ്സ്, അവരുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന് മുഅ്മിനീങ്ങളോട് പറയണം നബിയെ. അപ്പം നമ്മൾ സൗന്ദര്യ ആസ്വാദനം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ നിയന്ത്രിക്കണം എന്ന് പറയാം. പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വെളിവാക്കരുത്. അപ്പോൾ അത് പെണ്ണിന് ഭയങ്കര പ്രകൃതിയാണ്. ഒരു മുഅ്മിനത്തായ പെണ്ണിനെ കുറിച്ചല്ല പറയുന്നത്, പ്രകൃതിയെ അവർക്കൊരു വിഷമമുണ്ടാവും. കാരണം അവരെ പോലെ അത്രയൊന്നും മുടിയൊന്നും ഇല്ലാത്ത ഒരു പെണ്ണോൾ മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കുമ്പോൾ അവൾ ഭയങ്കര സൗന്ദര്യവതിയാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ടല്ലേ, എനിക്ക് നല്ല മുടിയുണ്ട്, എൻ്റെ ഹിജാബിൻ്റെ ഉള്ളിലായിട്ടല്ലേ, ഞാനൊന്ന് അഴിച്ചിട്ട് നോക്കണ്ടേ എന്ന് അവൾക്കുള്ളിൽ തോന്നും. ഒരു സൗന്ദര്യം ഇല്ലാത്തവൾ നെളിഞ്ഞിങ്ങ് നടക്കുമ്പോൾ എനിക്കതിലേറെ എത്ര ഭംഗിയുണ്ട്, ഞാൻ അതിലേറെ തൊലി നിറമുള്ള പെണ്ണല്ലേ, ഞാനിത് മറച്ചു പിടിച്ച് നടന്നിട്ടല്ലേ എന്ന് ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ ചിന്ത വരും. അത് വല്ലാത്തൊരു ക്ഷമയാണ്. വസ്സബറുദിയാ, പെണ്ണിനോട് നിയന്ത്രിക്കാൻ പറഞ്ഞത് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്ന ആഗ്രഹത്തെ നിയന്ത്രിക്കാനാണ് പറഞ്ഞത്. ആണിനോട് പറഞ്ഞു സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ആസ്വാദനത്തിൻ്റെ പ്രധാനപ്പെട്ട വഴി കണ്ണാണ്. അതുകൊണ്ട് കണ്ണിനെ നോക്കാൻ പാടില്ലാത്തിൽ നിന്ന് കണ്ണിനെ താഴ്ത്തണം. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, പെണ്ണുങ്ങളോടും പറഞ്ഞു നിങ്ങളും താഴ്ത്തണം. കാരണം മറ്റുള്ളവർ കാണപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ് അവർക്ക് ആ ഒരു സൗന്ദര്യം പ്രകടിപ്പിക്കണമെന്ന് തോന്നുക. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വല്ലാണ്ട് അണിഞ്ഞൊരുങ്ങി പോവുക. എന്തേ? അവിടെ കുറേ മനുഷ്യന്മാർ വരും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഞാൻ മോശമാവരുത്. എന്തൊരു പ്രയാസമെന്നറിയോ? നാട്ടിലൊക്കെ കല്യാണം 4, 5, 8, 10 ദിവസമൊക്കെ, അതൊക്കെ ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് വേണം. അവർക്ക് തോന്നുകയാണ് ഞാൻ ഇന്നലെ ഇട്ടത് ഓൾക്ക് അറിയായിരിക്കും, അപ്പം നാളെ ഇതിടാൻ പറ്റില്ല, പുതിയ ഡ്രസ്സ് വേണം. നാളെ ഇട്ടത് മറ്റന്നാൾ ഇടാൻ തോന്നൂല, മറ്റന്നാൾ ഇട്ടത് അതിൻ്റെ പിറ്റേന്ന് ഇടാൻ പറ്റൂല. അവർക്ക് തോന്നുകയാണ് എൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന്. അവർ വല്ലാണ്ട് സൗന്ദര്യവതികളായി കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പെണ്ണുങ്ങളിലുണ്ട്. അതില്ലാത്തവരുണ്ടാവട്ടെ, എണ്ണപ്പെട്ട വിഷയങ്ങൾ. ആണുങ്ങളിലിപ്പോൾ അങ്ങനെ സൗന്ദര്യം ആസ്വദിക്കാത്തവരാണുങ്ങളിലുണ്ടാവും. പക്ഷേ ജനറലി സ്പീക്കിംഗ് അള്ളാഹു മനുഷ്യന് ആണിനും പെണ്ണിനും പഠിച്ചത് ഇങ്ങനെ ഈ 2 വികാരങ്ങളെയും നിയന്ത്രിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വസ്സബറുദിയാ, അതുകൊണ്ട് ക്ഷമയെന്ന് പറയുന്നത് അതൊരു പ്രഭയാണ്. ഇറ്റ് ഈസ് എ ലൈറ്റ്, ഇറ്റ്സ് എ ബ്രൈറ്റ്നെസ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക. അതുകൊണ്ട് ഹൃദയവിശുദ്ധിയും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ 2 ദിക്റുകൾ, ഒന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. പ്രപഞ്ചത്തെ പടച്ചവനായ അള്ളാഹുവെ, മനുഷ്യനെ ആണിനെയും പെണ്ണിനെയും പടച്ചവനായ റബ്ബേ, അള്ളാഹു ഞങ്ങൾക്കൊരുപാട് ന്യൂനതകളുണ്ടല്ലോ, നിനക്കൊരു ന്യൂനതയുമില്ല പടച്ചവനെ, നീ എല്ലാ ന്യൂനതയിൽ നിന്നും മുക്തനാണ്. സുബ്ഹാനക യാ റബ്ബ്, അള്ളാഹുവേ ഗ്ലോറി ബി ടു യു, അള്ളാഹുവേ യു ആർ ട്രാൻസെൻഡന്റ്. അള്ളാഹു നിനക്ക്, നീ എല്ലാവിധ ന്യൂനതകളുടെ വിശേഷണങ്ങളിൽ നിന്നും ഉന്നതനാണ്, നിനക്കതൊന്നുമില്ല റബ്ബേ. ഞങ്ങൾക്ക് തളർച്ച വരും, ക്ഷീണം വരും, അസുഖം വരും, വാർദ്ധക്യം വരും, മരണം സംഭവിക്കും, മറന്നുപോകും, തെറ്റ് സംഭവിക്കും, വീഴ്ചകൾ വരും. അള്ളാഹു നിനക്കതൊന്നും സംഭവിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, എല്ലാറ്റിനും നന്ദി റബ്ബേ, എല്ലാറ്റിനും സ്തുതി പടച്ചവനെ. അള്ളാഹുവിന് ഹംദ് ചൊല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ഫബായിഉ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ, അതുകൊണ്ട് സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നവരുണ്ട്, ആ തടവറയിൽ കൊണ്ടുപോയി തളച്ചിടുന്നവരുമുണ്ട്. യുഅ്തിൽ ഹിക്മത മൻ യശാ ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതാണ്. നമ്മുടെ വിജയവും നമ്മുടെ സേഫ്റ്റിയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സേഫ്റ്റിക്ക് നമ്മൾ അഭയം പ്രാപിക്കേണ്ട ഇടം അല്ലാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിലാണ്. നമ്മൾ രക്ഷപ്പെടണം, എനിക്ക് സുരക്ഷ വേണം, അതുകൊണ്ട് അഭയം നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് റബ്ബ് തആലയെ നമ്മൾ പ്രാപിക്കാൻ തുടങ്ങും. അള്ളാഹുവിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു പ്രകാശം തരും. ആ പ്രകാശം കിട്ടിയാൽ നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു നീക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു സത്യം സത്യമായി കാണിച്ചു കൊടുക്കും, ബാത്തിൽ ബാത്തിലായും കാണിച്ചു കൊടുക്കും.
അപ്പോഴാണ് നമ്മൾ റഷീദായി മാറുക. നന്മ നന്മയായും തിന്മ തിന്മയായും കാണാൻ കഴിയുമ്പോൾ നേരായ മാർഗത്തിലേക്ക് നമ്മൾ മാർഗദർശനം ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു ആയത്ത് നോക്കൂ, വലിയ അത്ഭുതമുള്ള ആയത്താണ്. യുഅ്തിൽ ഹിക്മത മൻ യശാ. തത്വജ്ഞാനം അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് തത്വജ്ഞാനം. ഹിക്മത്ത്, നല്ല നല്ല വചനങ്ങൾ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന സെന്റൻസുകൾ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചിന്തകൾ, നമ്മുടെ ആഖിറത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ആശയങ്ങൾ, ഇതിനൊക്കെയാണ് ഹിക്മത്ത് എന്ന് പറയാം. യുഅ്തിൽ ഹിക്മത മൻ യശാ. അല്ലാഹു അത് നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്കാണ്. അല്ലാഹു പറയാണ്, വമൻ യുഅ്തൽ ഹിക്മ, ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെടുകയാണെങ്കിൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, ഒരുപാട് നന്മകൾ അവർക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു, ഒരുപാട് നന്മ അവർക്ക് കിട്ടി. ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. നല്ല അകക്കാമ്പുള്ള ആളുകൾക്ക് മാത്രമേ അല്ലാഹു നൽകുന്ന ഉപദേശങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാനും ഓർത്തു വെക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ അറിവ് വേണം, ജ്ഞാനം വേണം, അള്ളാഹുവിനോട് ഹിക്മത്തിന് ചോദിക്കണം. അള്ളാഹു തആല നമുക്കത് നൽകട്ടെ. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഇന്ന് ഹിക്മത്തല്ല, ഇന്ന് ആൾക്കാർ ഹ്യൂമറാണ് നോക്കി നടക്കുന്നത്. എപ്പോഴും കോമഡി ഹ്യൂമറും അതിനെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ, അതിനെ ആൾക്കാർ പിന്നാലെ കൂടും, അവരെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്തേ? വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുക. എന്നിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടോ? ആ നേരത്ത് ചിരിക്കാൻ തോന്നി, അപ്പോൾ ഞാൻ ഇപ്പോൾ അയാളുടെ ഫോളോവറാ. എന്തേ? ചിരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല അറിവുകളൊക്കെ മനുഷ്യൻ ചിരിക്കുന്നത് അത്ഭുതപ്പെടുമ്പോഴാണ് ചിരിക്കുന്നത്. നമ്മളെ മന്തിക്കിൻ്റെ കിതാബൊക്കെ പറയാം, മനുഷ്യൻ ചിരിക്കണപ്പോഴെന്ന് പറയാം, അത്ഭുതപ്പെടുമ്പോഴാണെന്ന്. നമ്മളെന്താ പറയുക, ചിരിക്കണ രസം ഉണ്ടാകുമ്പോൾ എന്നാ പറയാം അല്ലേ? ശരിക്കും അത്ഭുതപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നതെന്നാ. നമ്മളറിയാതെ അത്ഭുതപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ചിരി വരുന്നത്. നമ്മുടെ പല അറിവുകളും തമ്മിൽ നമ്മളവിടെ ചില ഇക്വേഷൻസ് ഫോം ചെയ്യും, അതിൽ വരുന്ന അത്ഭുതമാണ് നമ്മൾ ചിരിപ്പിക്കുന്നത്. പക്ഷേ ഹിക്മത്ത് എവിടെയാണുള്ളത്? അതാണ് നമ്മൾ നോക്കി നടക്കേണ്ടത്. തത്വജ്ഞാനം, ആഴത്തിലുള്ള അറിവുകൾ. ജീവിതത്തിന് വിജയം ലഭിക്കുന്ന ഹിക്മത്ത് ഉണ്ടാകുമ്പോഴാണെന്നാണ് അല്ലാഹു തആല. അതുകൊണ്ട് റഷീദായ അല്ലാഹു നമുക്ക് വിജയത്തിൻ്റെ വഴി വെച്ചത് അറിവിലൂടെയാണ്. പഠിക്കണം, അതന്നെ, നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കേൾക്കണം, ചിന്തിക്കണം, നല്ല മനുഷ്യരുടെ കൂടെ നടക്കണം. ഇതൊക്കെ ഹിക്മത്ത് കിട്ടാനുള്ള വഴികളാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അതുണ്ടാകുമ്പോഴേ ജീവിതത്തിനൊരു മധുരമുള്ളൂ, അല്ലേ? അതിനെ ജീവിതത്തിന് രസമുള്ളൂ. അറിവില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അറിവ് കൊണ്ടല്ലേ നമ്മൾ മൃഗങ്ങളെക്കാളും മീതയായത്. അറിവ് കൊണ്ടല്ലേ മലായികത്തുൽ കിറാമിനേക്കാളും സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഉയർച്ച കൊടുത്തത്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഇന്നക ബിൽ ഹിക്മ തുസ്ലിഹു സൗജതൽ ഫാസിദ. ഹിക്മത്ത് അല്ലാഹു നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയെ നല്ലൊരു ഭാര്യയാക്കി മാറ്റാൻ പറ്റും, നിങ്ങളുടെ ഭർത്താവിനെ ഒരു നല്ല ഭർത്താവാക്കി മാറ്റാൻ പറ്റും. വബിൽ ഹുംഖി തുഫ്സിദു സ്വാലിഹ. ഹിക്മത്തില്ല, അബദ്ധമാണ് തലയിലുള്ളത്, സ്വാലിഹത്തായ പെണ്ണിനെ വരെ പഴപ്പിക്കാൻ ഈ ഭർത്താവിന് പറ്റും, അവന് ഹിക്മത്തില്ലെങ്കിൽ. ഹിക്മത്ത് എന്നത് അറിവാണ്. സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെ കൂടെ നടന്ന് പഠിച്ചത് ഹിക്മത്തുകളാണ്. അല്ലാഹു റഷീദാൻ, അല്ലാഹു റഷീദാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാർഗദർശനം നൽകുന്നത് നമ്മുടെ മാതാപിതാക്കളെക്കാളും മറ്റാരെക്കാളും നമ്മളോട് അള്ളാഹുവിന് ഹുബ്ബുള്ളതിൻ്റെ പേരിലാണ്. അള്ളാഹുവിന് നമ്മളോട് ഹുബ്ബുണ്ട്, ആ ഹുബ്ബിൻ്റെ പേരിലാണ് റബ്ബ് തആല നമുക്ക് മാർഗദർശനം നൽകുന്നത്. ഞാനൊരു അതിന് മനോഹരമായ ഒരു 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 കവിതയുണ്ട് ഹുബ്ബിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ റുഷ്ദിനെ സംബന്ധിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാർഗദർശനം നൽകുന്നതിനെ സംബന്ധിച്ച്. നോക്കൂ. وَلَعَلَّ مَا فِي النَّفْسِ مِنْ آيَاتِهِ عَجَبٌ عُجَابٌ لَوْ تَرَى عَيْنَاكَ وَالْكَوْنُ مَشْحُونٌ بِأَسْرَارٍ إِذَا حَاوَلْتَ تَفْسِيرًا لَهَا أَعْيَاكَ قُلْ لِلطَّبِيبِ تَخَطَّفَتْهُ يَدُ الرَّدَى
യാ ഷാഫിയൽ അംറാദി മൻ അർദാക വലഅല്ല മാ ഫി നഫ്സി മിൻ ആയാതിഹി. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങളാണ് മനുഷ്യ ശരീരം. അജബുൻ ഉജാബുൻ, അത്ഭുതങ്ങളിലെ വലിയ അത്ഭുതമല്ലേ. ലൗ തറാ ഐനാക, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ. മനുഷ്യ ശരീരം, നമ്മുടെ കൈ ചലിപ്പിക്കണമെങ്കിൽ നൂറുകണക്കിന് പേശികൾ ഇവിടെ വർക്ക് ചെയ്യണം. നമ്മുടെ കൈ ഉയർത്തണമെങ്കിൽ, നമുക്കൊന്ന് റുക്കൂ ചെയ്യണമെങ്കിൽ, സുജൂദ് ചെയ്യണമെങ്കിൽ, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് മനുഷ്യൻ. والكون مشحون بأسرار إذا حاولت تفسيرا لها أعياك. പ്രപഞ്ചം മുഴുവനും അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരു ചെറിയ ജീവിയെ കണ്ടാൽ, ഒരു ഭക്ഷണം കണ്ട, ഒരു ധാന്യമണി, ഒരു അരിയുടെ മണി, അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ആ ജീവനുള്ളത് കൊണ്ടാണ് നമുക്കത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനവും ജീവനുള്ള സാധനമാണ്. അതിനൊക്കെ ജീവുണ്ട്, നശിച്ചു പോയതല്ല. ജീവനുള്ളത് നമ്മൾ കഴിക്കുന്നത്. വേവിച്ചാലും ജീവൻ്റെ അംശങ്ങൾ അതിനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ നീ തളർന്നു പോകും ചിന്തിച്ചാലോചിച്ചിട്ട്. എന്നിട്ട് പറയാണ്, ഖുല്ലി ത്വബീബ്, ഡോക്ടറോട് ചോദിക്കിൻ, തഖത്തഫതുഹു യദുറദ, ഡോക്ടർ മരിച്ചുപോയി. ഡോക്ടർ മരിച്ചു, ഫാമിലി ഡോക്ടറായിരുന്നു. എല്ലാറ്റിനും ആ ഡോക്ടറെ വിളിക്കുക. വല്യമാക്ക് ആ ഡോക്ടറെ കണ്ടാൽ മതി, വല്യമാനെ കണ്ടാൽ തന്നെ വല്യമാൻ്റെ അസുഖം മാറും. ഡോക്ടർ മരുന്ന് കൊടുക്കൊന്നും വേണ്ട. അങ്ങനത്തെ ഡോക്ടറായിരുന്നു. പക്ഷെ ഡോക്ടർ മരിച്ചുപോയി. ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ഇങ്ങനെ മരുന്നും അതിൻ്റെ പ്രതിവിധിയും എല്ലാം കയ്യിലുണ്ടായിട്ട് എങ്ങനെയാണ് മരണം നിങ്ങളെ കൊണ്ടുപോയത്? യാ ഷാഫിയൽ അംറാദി മൻ അർദാക ഖുല്ലിൽ മരീദി നജാ വഉഫിയ ബഅദമാ അജ്സത് ഫുനൂനു തിബ്ബി മൻ ആഫാക. ചില രോഗികളോട് ചോദിക്കിൻ, ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, തീർന്നു, ഇനിയില്ല, ആകെ ഒരു 6 ദിവസമൊക്കെ ഞങ്ങൾ കണക്കിൽ കാണുന്നുള്ളൂ, 3 ദിവസം. ഉപ്പാക്കും ഉമ്മാക്കും എന്താ ഇഷ്ടമുള്ളത് ഭക്ഷണം എന്താ കൊടുത്തേക്ക്, മക്കളൊക്കെ കാണിച്ചു കൊടുക്കിൻ. 5 ദിവസം 6 ദിവസത്തോടു കൂടെ തീരുന്ന ഞങ്ങൾ കാണുന്നത്. ഡോക്ടർമാർ പറയാറില്ലത്. അങ്ങനെ വിട്ട രോഗികളിൽ കൊല്ലങ്ങളോളം ജീവിച്ച രോഗികളുണ്ട്. ആ രോഗികളോട് ചോദിക്കിൻ, ബഅദമാ നജാ വഉഫിയ ബഅദമാ അജ്സത് ഫുനൂനു തിബ്ബി മൻ ആഫാക. മരുന്നുകളും മെഡിസിനും പരാജയപ്പെട്ടിടത്ത് ആരാണ് രോഗിയെ നിനക്ക് ആഫിയത്ത് തന്നത് എന്ന് ചോദിക്കിൻ. അത്ഭുതങ്ങളുടെ അത്ഭുതമല്ലേ അത്. ഡോക്ടർമാർക്ക് അവരുടെ കാൽക്കുലേഷൻ ബിയോണ്ട് ദിയർ കാൽക്കുലേഷൻ, അവർക്കൊന്നും പറയാൻ അറിയില്ല. ദിസ് ഈസ് എ മിറക്കിൾ, അവരതാ പറയാം, ദിസ് ഈസ് എ മിറക്കിൾ, ഇതൊരു മഹാത്ഭുതമാണ്, ഒന്നും പറയാനില്ല. ആ രോഗികൾ പിന്നീട് ഡോക്ടറെ കാണുമ്പോഴേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, സുബ്ഹാനല്ലാഹ്, മരിച്ചു പോകുന്നു വിചാരിച്ചതാണ്. വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലേ? എന്നാൽ ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഒരു കുഴപ്പമില്ല. അറ്റാക്ക് ആരോഗ്യമുള്ളവനെ ആരാണ് നിനക്ക് മരണം തന്നത്? നല്ല ആരോഗ്യത്തിന് പോകും, ഇപ്പം അടുത്തൊന്നും മരിക്കൂല എന്നാ വിചാരിച്ചത്, പക്ഷെ പെട്ടെന്ന് മരിച്ചുപോയി. قل للبصير وكان يحذر حفرة فهوى بها من ذا الذي أهواك. 2 കണ്ണും കാണുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു പോയി കുഴിയിൽ ചാടുന്നുണ്ട്, നീ എങ്ങനെയാലും വീണുപോയത്? ഇപ്പുറത്ത് بل سائل الأعمى خطى بعد الزحام بين الزحام بلا اصطدام من يقود خطاك. 2 കണ്ണും കാണാത്ത ആളുകൾ ജനത്തിരക്കുള്ള റോഡിനിടയിലൂടെ, ആളുകൾക്കിടയിലൂടെ, വാഹനത്തിനിടയിലൂടെ ഒരു കുഴിയിലും ചാടാതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. 2 കണ്ണുള്ള ആൾക്കാർ കുഴിയിൽ വീഴുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുല്ലിൽ ജനീനി യഈശു മഅസൂലൻ ബിലാ റാഇൻ വമർആ മല്ലദീ യർആക. ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കാൻ ഭക്ഷണം കാണാതെ അറിയാതെ ഒരു കുഞ്ഞെങ്ങനെയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വളരുന്നത്? കുഞ്ഞെ, ആരാണ് നിന്നെ വളർത്തുന്നത്? വേസ്റ്റ് പോകുന്നില്ല, മൂത്രമൊഴിക്കുന്നില്ല, പക്ഷെ കുട്ടിയുടെ ശരീരം ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ശരീരം വളരുന്നുണ്ട്, പക്ഷെ വേസ്റ്റില്ല. എങ്ങനെയാണിത് സംഭവിച്ചത്? ഖുല്ലിൽ വലീദി ബകാ വഅജ്ഹശ ബിൽ ബുകാ ഇലദൽ വിലാദതി മല്ലദീ അബ്കാക. പറന്നു വീണ കുഞ്ഞ്
പ്രസവിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് കരയും, ഉറക്ക കരയും കുഞ്ഞ്. ആ കരച്ചിൽ വന്നില്ലെങ്കിൽ പേടിയാണ്. കുഞ്ഞ് കരഞ്ഞിട്ടില്ല, എന്തോ അസുഖമുണ്ടെന്നാ പറയാ. ആ കുഞ്ഞിനെ ആരാണ് ഇങ്ങനെ കരയാൻ പഠിപ്പിച്ചത്? പിന്നെ ചോദിക്കുകയാണ്, പാമ്പിനെ കണ്ടിട്ടില്ലേ അത് വിഷം ചീറ്റുന്നത്? ആരാണ് പാമ്പേ നിന്റെ വായിൽ ഇങ്ങനെ വിഷം തന്നത്? നീ അത് മാത്രമല്ല, ആ വായിൽ വിഷം വെച്ചിട്ട് നീ എങ്ങനെയാ ജീവിക്കണത് പാമ്പേ? അത്ഭുതമല്ലേ ഇത്? പാമ്പ് ചത്തുപോണില്ലല്ലോ, വായിൽ മൊത്തം വിഷമാണ്. അത് മറ്റൊരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ മരിച്ചു പോകുന്നു. പാമ്പിനോട് ചോദിക്കിൻ, പാമ്പേ, സർപ്പമേ, നിന്റെ വായിൽ മുഴുവൻ വിഷാണല്ലോ, എന്നിട്ട് എങ്ങനെ നീ ജീവിച്ചു പോണത്? അത്ഭുതമല്ലേ ഇത്? അതിൻ്റെ ശരീരത്തെ മാത്രം ഡാമേജ് ചെയ്യുന്നില്ലല്ലോ. തേനീച്ചയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന തേന് ആരാണതിന് ഇത്ര മധുരം കൊടുത്തത്? ആരാണതിന് ഇത്ര രസം കൊടുത്തത്, രുചി കൊടുത്തത്? ഒരു മൃഗത്തിൻ്റെ, ഒരു കന്നുകാലിയുടെ, ആടിൻ്റെയോ പശുവിൻ്റെയോ അകടിൽ പാലുണ്ടാവുന്നത് രക്തവും വിസർജ്യവും കടഞ്ഞെടുത്തതിനുള്ളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാലുൽപാദിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമല്ലേ? وإذا رأيت الحي يخرج من حنا يا ميت فاسأله من أحياك. ജീവനും മരണവും ജീവിതവും മരണവും സംവിധാനിക്കുന്ന അല്ലാഹുവേ, നിന്റെ കഴിവുകൾ അപാരമാണ് റബ്ബേ. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പടച്ചവനെ ഈ ലോകം. അല്ലാഹുവേ, നീ നൽകുന്ന ഈ ലോകം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. അല്ലാഹു റുഷ്ദിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ് സൂറത്തുൽ ബഖറ 185-ാമത്തെ ആയത്താണിത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي, നബിയേ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, വഇദാ സഅലക ഇബാദി അന്നി, അല്ലാഹു പടച്ചതമ്പുരാനോട് പറഞ്ഞാൽ കേൾക്കുവോ? അല്ലാഹു ഞങ്ങളെ കേൾക്കുന്നുണ്ടോ നബിയെ? പടച്ചവനോട് ഞങ്ങൾ എങ്ങനെയാ പറയേണ്ടത്? അല്ലാഹുവിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാഹു എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ പറയണേ, ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അരികത്ത് തന്നെയുണ്ട്. അല്ലാഹു അടുത്ത് തന്നെ ഉണ്ട്. അള്ളാഹുവിൻ്റെ ഫിസിക്കൽ നിയർനെസ് അല്ല പറയുന്നത്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്യുന്നവരുടെ ദുആ ഉത്തരം കൊടുക്കാൻ ഞാൻ അടുത്തു തന്നെയുണ്ട്. ഫൽയസ്തജീബൂ ലീ, ഞാൻ അവരോട് ചിലത് ചോദിച്ചിട്ടുണ്ട്, അതിനവരെനിക്ക് ഉത്തരം തരണം. വൽയുഅ്മിനൂ ബി, അവരെന്നിൽ വിശ്വസിക്കുകയും വേണം. ലഅല്ലഹും യർഷുദൂൻ, അവർക്ക് നേർമാർഗം ഞാൻ കാണിച്ചു കൊടുക്കും. അല്ലാഹു റഷീദാണ്. നേർമാർഗം കിട്ടണം. നമുക്ക് ഈ ലോകത്ത് ആവശ്യമാണ്. ലക്ഷ്യം പ്രാപിക്കണ്ടേ? ഈ ലോകത്ത് നമ്മൾ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ലക്ഷ്യം പ്രാപിക്കണം. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇൻഷാ അള്ളാഹ് സ്വർഗമാണ്. നമ്മൾ സന്തോഷിപ്പിക്കുന്ന അള്ളാഹു ജല്ല ജലാലുവിനെയാണ്. നമ്മുടെ മാതാപിതാക്കളെക്കാളും ആരെക്കാളും നമ്മളെ സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ സ്നേഹത്തോളം ഒരു ലവർക്കും ഒരു പാരൻറ്റിനും ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല. അള്ളാഹു അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു നമ്മളെക്കുറിച്ച് തൃപ്തിപ്പെടണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ മാർഗം ഇതാ വളരെ മനോഹരമായി ഹദീസിൻ്റെ കിതാബുകളിൽ, വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളിൽ അള്ളാഹു ജീവിതത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു റഷീദായ അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആല നമുക്ക് നേരായ വഴിയിൽ അടിയുറച്ച് നിന്ന് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. تخلقوا بأخلاق الله. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു ഇൽമു കൊണ്ടും അമല് കൊണ്ടും അല്ലാഹു നമ്മളെ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കാൻ പറഞ്ഞതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സൂറത്തുൽ ഫാത്തിഹ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് നീ കൊടുത്ത മാർഗം നീ കാണിച്ചു തരണമേ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മാർഗത്തിലൂടെ ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഏറ്റവും വലിയ കാരുണ്യവാനാണ്, സൃഷ്ടാവ്. സൃഷ്ടികളിൽ ഏറ്റവും വലിയ കരുണ ചെയ്തതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അർഹമുൽ ഖൽഖി ബി ഖൽഖില്ലാ. അല്ലാഹുവിൻ്റെ സൃഷ്ടികളോട് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ റഷീദ് എന്ന് പറഞ്ഞ ഇസ്മിൻ്റെ അതിൻ്റെ പൊരുൾ. ഒരുപാട് ആശയങ്ങളാണ്. ഖുർആൻ തങ്ങളോട് പറയാം, സൂറത്ത് ആലി ഇംറാൻ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, അല്ലാഹു അങ്ങേക്ക് നൽകിയ പ്രത്യേകമായ ഒരു കരുണ കൊണ്ടാണ് ലിൻത ലഹും, അങ്ങയോട് ഇത്രമേൽ ഉപദ്രവം ചെയ്യുന്ന ആളുകളോട് തിരിച്ച് മാന്യമായി സൗമ്യമായി അങ്ങേക്ക് പെരുമാറാൻ കഴിയുന്നത് അള്ളാഹു അങ്ങേക്ക് നൽകിയ ഒരു റഹ്മത്ത് കൊണ്ടാണ്. അള്ളാഹ് കൊടുത്ത ഒരു ചെറിയ റഹ്മത്ത് എന്ന് പറഞ്ഞത് ചെറുതിനും വലുതിനൊക്കെ റഹ്മത്ത്. അർ റഹ്മ എന്ന് പറയുന്ന പോലെയല്ല, റഹ്മത്തിൻ, റഹ്മത്തൻ, റഹ്മത്തുൻ എന്ന് നെക്കിറയായി വരുമ്പോൾ അത് ഒന്നുകിൽ ചെറുത് എന്നർത്ഥം വരും, വലുത് എന്നർത്ഥം വരും. അള്ളാഹു അങ്ങേക്ക് നൽകിയ മഹത്തായ ഒരു റഹ്മത്താണ് എന്നും അതിനർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ലിൻത ലഹും, അങ്ങ് നബിയെ അവരോടെല്ലാവരോടും വളരെ സൗമ്യമായി മൃദുലമായി പെരുമാറിയത്. ലിൻത ലഹും. കാരണം ഒരു മനുഷ്യനെ എപ്പോഴും സൗമ്യമായി പെരുമാറാന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് നടക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾ ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയം ഉണ്ടാവും. ഇമോഷണലി നമുക്കൊരുപാട് ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ശരീരം ക്ഷീണിക്കും. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളോട്, നമ്മളെ സമീപിക്കുന്നവരോട്, നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നവരോടൊക്കെ വളരെ മൃദുലമായി നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ കഴിയുക പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ്. ഉണ്ടെങ്കിൽ അത് വലിയൊരു ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ കഴിയുക പറഞ്ഞാൽ അള്ളാഹു തരുന്നൊരു ഒരു വലിയ റഹ്മത്ത് തന്നെ അതിന് വേണം, അല്ലെങ്കിൽ കഴിയൂല. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഈ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ഒച്ചപ്പാടും ബഹളം, ഫോണിലൊക്കെ ഉണ്ട് ചിലർക്ക് സംസാരിച്ച് നമ്മൾ ചെവി എത്തിപ്പോവും. അപ്പോൾ അവിടെ ഈ തലക്ക് അപ്പുറത്ത് കേൾക്കുന്ന ആളെ അവസ്ഥ എന്തായിരിക്കും? ഇത് ഫോൺ വിളിച്ച് അപ്പോൾ അവരോടെയും വെച്ചിട്ട് പോയി കടന്നുറങ്ങിയിട്ടുണ്ടാവും. ഇയാളെങ്കിലും ചൂടാകുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. എത്ര ബഹളം ഉണ്ടാക്കി ഒച്ച വെച്ച് ദേഷ്യപ്പെട്ട്, എന്തെങ്കിലും ദേഷ്യപ്പെടേണ്ട കാര്യമായിരിക്കും സംഭവം. എന്നാൽ പോലും മനുഷ്യൻ്റെ ഇമോഷനുകളിൽ പിശാച്ച് കയറി നമ്മളെ തലയിൽ തട്ടിക്കളിക്കുന്നൊരു സമയം ദേഷ്യപ്പെടുമ്പോഴാണെന്നാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? അപ്പോൾ കുറേ നന്ദികേട് പറയും, കുറേ ചെയ്തെടുത്ത ഉപകാരം എടുത്തു പറയും. ഞാൻ അങ്ങനെ ആക്കിയില്ല, ഇങ്ങനെ ആ ചെയ്ത സ്വതൊക്കെ പോയി, പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് പോയി പോവും. ഇതൊക്കെ മനുഷ്യൻ പറയും ദേഷ്യം വരുമ്പോൾ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അതുകൊണ്ട് നബിയെ അള്ളാഹു അങ്ങേക്ക് തന്ന വലിയ റഹ്മത്താണ്. ലിൻത ലഹും. ഖുറൈശികളാണെങ്കിൽ പോലും അവിടുത്തെ ളാലിമീങ്ങളായ അക്രമികളായ ആളുകൾ സംസാരിച്ചപ്പോൾ പോലും നബിയെ അങ്ങ് വളരെ സോ കാം, തങ്ങൾ വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ്, നബിയെ അങ്ങയുടെ വാക്കുകൾ പരുഷവും അങ്ങയുടെ ഹൃദയം കടുത്തതുമായിരുന്നുവെങ്കിൽ ഫളൂ മിൻ ഹൗലിക്, ഇവരെല്ലാം അങ്ങയുടെ ചുറ്റുവട്ടത്ത് നിന്നും ഓടിപ്പോകുമായിരുന്നു നബിയെ. അവരാരോടെ നിൽക്കൂല. പക്ഷേ അങ്ങയുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങയുടെ അടുത്ത് വന്ന് അങ്ങയെ വാരി പുണരുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കൂടെ അവർ തടിച്ചുകൂടാൻ, രാത്രിയിലും പകലിലും ഹബീബിൻ്റെ കൂടെ ഇരിക്കണം, ഹബീബിൻ്റെ കൂടെ സഞ്ചരിക്കണം. ഇങ്ങനത്തെ ഒരു ആഗ്രഹം നബിയെ അവർക്കുണ്ടായത് അങ്ങയുടെ റഹ്മത്ത് കൊണ്ടാണ്. ഇനി പറയാൻ ഫഅഫു അൻഹും,
അതുകൊണ്ട് അവരിൽ ഒരുപാട് ആളുകൾക്ക് നബിയെ നിങ്ങൾ മാപ്പ് കൊടുക്കണം. കാരണം പലരും അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തതോ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതോ അവർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ വിവരം അങ്ങേക്ക് അള്ളാഹു നൽകിയിട്ടുമുണ്ട്. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം നബിയെ. എൻ്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് നബിയെ അങ്ങ് ദുആ ചെയ്യണം. വശാവിർഹും ഫിൽ അംർ, സ്വഹാബികളോട് നിങ്ങൾ മുഷാവറ ചെയ്യണം നബിയെ, മശ്വറ ചെയ്യണം, കൂടിയാലോചിക്കണം. തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് സമയമാകുമ്പോൾ സ്വഹാബികളുടെ അഭിപ്രായം ചോദിക്കണം. കാരണം 2 brains are better than 1 brain, അങ്ങനെയല്ലേ? അതുകൊണ്ട് എപ്പോഴും 2 ആള് 3 ആള് 10 പേര് നല്ല മനുഷ്യന്മാരായിരിക്കണം. അവരുമായി കൂടിയാലോചിക്കുമ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല ചിന്തകളും വരും. എപ്പോഴും കൂടിയാലോചിക്കണം. فَإِذَا عَزَمْتَ فَتَوَكَّلْ عَلَى اللَّهِ, അങ്ങനെ മശ്വറ ചെയ്ത്, അതാണ് ഈ മുഷാവറ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, ആ തീരുമാനം നടപ്പാക്കാൻ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തവക്കുൽ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് റഷീദായ അള്ളാഹു കാണിച്ചു തരിക. അതിന് വലിയൊരു കാര്യമാണ് തവക്കുൽ, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. നമ്മൾ പലപ്പോഴും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്താണ് തവക്കുലിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി കിടക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമ്മെ സംബന്ധിച്ചുള്ളത് ഭയങ്കരമാണ്. കാരണം ഒരു ജോലി, കച്ചവടം, ഇതിനപ്പുറം നമ്മുടെ ലോകമില്ല. അതുമായി ബന്ധപ്പെട്ട് അത് രണ്ടും തകർന്നു പോയാൽ നമ്മൾ ഇല്ലാണ്ടായി പോകും, അല്ലെങ്കിൽ നമ്മളങ്ങ് ഇരുന്നു പോകും. പക്ഷെ ഇരുന്നു പോവരുത്, തളർന്നു പോവരുത്. റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. എൻ്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്, എനിക്ക് അള്ളാഹു റിസ്ക് തന്നിരിക്കും എന്ന് ഖൽബ് കൊണ്ട് ഉറപ്പിക്കാൻ കഴിയണം. ഇതെപ്പോഴും മനസ്സിലാവുന്നല്ലോ, ടെർമിനേഷൻ ലെറ്റർ കിട്ടിയാലാണ് ഈ സ്വഭാവം ഉണ്ടോയെന്ന് അറിയുള്ളൂ, തവക്കുലുണ്ടോയെന്ന് അറിയുള്ളൂ. അല്ലാതെ ഭയങ്കര തവക്കുലൊക്കെ ഉണ്ടാവും. ജോലിയിൽ നിന്ന് ടെർമിനേറ്റായി, നാളെ മുതൽ പണിക്ക് വരണ്ടെന്നാണ് പറഞ്ഞത്. ചിലർ ബോധം കെട്ട് വീഴും. ഞാൻ എന്താ എൻ്റെ കടങ്ങളൊക്കെ ഞാൻ കുറേ വാരിക്കുട്ടി, കടം വെച്ചല്ലോ, ഇനി എങ്ങനെ ഞാൻ വീട്ടുക? ഒക്കെ വിടും. എൻ്റെ കുട്ടീനെ കെട്ടിക്കാണ്ടല്ലോ പഠിച്ചവനെ, അപ്പോഴേക്കും പണി പോയല്ലോ. കുട്ടീനെ കെട്ടിക്കാൻ പറ്റും? വീട് പണി തീർന്നില്ല, അതൊക്കെ തീരും. അള്ളാഹു എന്നെ ജീവിപ്പിക്കണത് ഈ ഒരു മനുഷ്യൻ്റെ ജോലി കണ്ടിട്ടല്ലോ. അയാൾക്ക് ജോലി കിട്ടിയതും അയാൾ മുതലാളിയായതും അള്ളാഹു ചെയ്ത വേറൊരു വഴിയല്ലേ. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടുവരാൻ റബ്ബിന് കഴിയൂലേ? കഴിയും. അപ്പോൾ ചിലപ്പോൾ ആ പണി പോയപ്പോഴൊക്കെ ആലോചിക്കും, ഇനി പണി വേണ്ട, ഇനി ഒരു കച്ചവടം അങ്ങ് തുടങ്ങാം. അങ്ങനെ ചെറിയ എന്തെങ്കിലും തട്ടിക്കൂട്ടി തുടങ്ങും. അതുമേലായിരിക്കും അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കുക. പക്ഷെ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന ധൈര്യം വന്നത് പണി പോയപ്പോഴായിരിക്കും. فإذا عزمت فتوكل على الله إن الله يحب إن الله يحب المتوكلين. അള്ളാഹു തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. നമുക്കിന്നൊരു ഗസ്റ്റ് വരാനുണ്ട്. നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കുമ്പോൾ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളല്ല, തങ്ങളുടെ അനുജൻ സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ തങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ദ്വാരപ്പിക്കാൻ വേണ്ടി തങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹു തവക്കുൽ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്താണ് തവക്കുൽ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചോദിച്ചു, എന്താണ് തവക്കുൽ? അപ്പോൾ ഖത്ഉൽ അമലി മിനൽ മഖ്ലൂഖ്, എല്ലാ സൃഷ്ടികളിൽ നിന്നും നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ മുറിച്ചു കളയലാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. എല്ലാ സൃഷ്ടികളിൽ നിന്നും, മനുഷ്യന്മാരൊക്കെ സൃഷ്ടികളല്ലേ, അവരിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ മുറിച്ചു കളയാം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെയോ നമ്മൾ മഖ്ലൂഖ് ഖാലിഖായ അള്ളാഹുവിനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. നമ്മുടെ അമൽ, നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിനോടാണ്, സൃഷ്ടികളോടല്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് അള്ളാഹുവിലേക്ക് തവക്കുലാക്കി എന്ന് പറയാൻ കഴിയുള്ളൂ. അവരെയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലൂടെ നോക്കിയാൽ ഒരുപാട് ആളുകളെ അള്ളാഹു നശിപ്പിച്ച ചരിത്രങ്ങൾ ഖുർആൻ പറയും. വിജയിച്ച ആളുകളുടെ ചരിത്രം പറയും, അംബിയാഇന്റെ ചരിത്രം പറയും, സജ്ജനങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ നാശം സംഭവിച്ച ആളുകളുടെ ചരിത്രങ്ങളും പറഞ്ഞു തരും. ഇതെന്തിനെന്നറിയോ? അള്ളാഹു നൽകുന്ന റുഷ്ദാണ്.
ഈ വഴിക്ക് പോയാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഈ വഴിക്ക് പോയാൽ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നേരായ മാർഗ്ഗം യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അള്ളാഹു ദലാലത്തിലാക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു വലിയനെയോ അല്ലെങ്കിൽ ഒരു മുർഷിദിനെയോ നമുക്ക് ലഭിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലേക്ക് നമ്മളെ വഴി നടത്തുന്ന അതിൻ്റെ അസ്ബാബുകൾ അള്ളാഹു നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടണമേ. വ ആമിനൂ ബിറസൂലി, പുണ്യ റസൂലിനെ വിശ്വസിക്കുകയും വേണം. യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 2 ഓഹരി അള്ളാഹു നിങ്ങൾക്ക് തരും. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് നടക്കാൻ പ്രകാശം അള്ളാഹു നൽകും. വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നമ്മുടെ തങ്ങളവറുകൾ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സയ്യിദ് അലി തങ്ങൾ, കുമ്പോൽ സയ്യിദ് അലി തങ്ങളാണ് നമ്മുടെ സദസ്സിലേക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഇരിക്കും. ബിസ്മില്ലാഹ്. സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്തെ നമ്മൾ മഹാന്മാരൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. ആഗ്രഹങ്ങൾ, നമ്മുടെ ഹലാലായ മുറാദുകൾ സാധിച്ചു കിട്ടാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ മാനസികമായ കുരുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങാനൊക്കെ ധാരാളം ഓതേണ്ട ഒരു ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്തുൽ ഹദീദ് 28-ാമത്തെ ആയത്ത് നോട്ട് ചെയ്ത് വെക്കണേ. ഈ ആയത്ത് ധാരാളമായിട്ട് ഓതുന്നത് നമ്മുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിയാൻ സഹായിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും. നമ്മുടെ ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും കുടുംബമാണെങ്കിലും അതിലൊക്കെ ബറക്കത്തുണ്ടാവാൻ ഈ ആയത്ത് വലിയ പവർഫുള്ളാണ്. യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി, അള്ളാഹു റഹ്മത്തിൻ്റെ 2 ഓഹരി, ഒന്നല്ല 2 ഓഹരി അള്ളാഹു നൽകും. വയജ്അൽ ലക്കും നൂറ, അള്ളാഹു നിങ്ങൾക്ക് നൂറ് തരും, പ്രകാശം തരും. തംശൂന ബി, ആ പ്രകാശത്തിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പുറത്തു തരുന്നവനാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് തങ്ങളുടെ ഒരു ദുആയുണ്ട് സുനൻ തുർമിദിയിൽ വന്നത്. ഖാല നബി സ്വല്ലല്ലാഹു ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ അൻ ജദ് ഖാല സമിഅ്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലൈലത ഹീന ഫറഗ മിൻ സ്വലാത്തിഹി, റസൂലുള്ളാഹി തങ്ങൾ രാത്രി കാലത്തെ നിസ്കാരം കഴിഞ്ഞ് തങ്ങളുടെ ഖിയാമുൽ ലൈൽ കഴിഞ്ഞ് തങ്ങൾ ദുആ ചെയ്തത് ഞാൻ കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മതൻ മിൻ ഇൻദിക തഹ്ദീ ബിഹാ ഖൽബി, അല്ലാഹുവേ നിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായൊരു റഹ്മത്ത് എനിക്ക് തരണം റബ്ബേ. തഹ്ദീ ബിഹാ ഖൽബി, എൻ്റെ ഹൃദയത്തിന് നീ അതുകൊണ്ട് ഹിദായത്ത് തരണം, ഹൃദയത്തിനുള്ളിൽ ഹിദായത്ത് കിട്ടണം. വതജ്മഉ ബിഹാ അംരി, എൻ്റെ ചിന്നിച്ചിതറിപ്പോയ കാര്യങ്ങളെയൊക്കെ അല്ലാഹുവേ നീ കൂട്ടി യോജിപ്പിച്ചു തരണം. വതലുമ്മു ബിഹാ ശഅസി, എൻ്റെ പ്രയാസങ്ങളെ നീ പരിഹരിച്ചു തരണം. വതുസ്ലിഹു ബിഹാ ഗായിബി, എനിക്ക് കിട്ടാതെ പോയ ഒരുപാട് നന്മകളുണ്ടാകും, ആ നന്മകളെ നീ എനിക്ക് നന്നാക്കി തരണം പടച്ചവനെ. വതർഫഉ ബിഹാ ഷാഹിദി, എൻ്റെ മുമ്പിലുള്ള വിഷയങ്ങളെ അല്ലാഹു നീ ഉന്നതിയിലേക്ക് എത്തിത്തരണം. വതുസക്കി ബിഹാ അമലി, എൻ്റെ അമലിനെ റബ്ബേ നീ ശുദ്ധിയാക്കി തരണം. വതുൽഹിമുനി ബിഹാ റുഷ്ദി, റഷീദായ അല്ലാഹുവാൻ, അല്ലാഹുവേ എനിക്ക് നീ റഹ്മത്ത് തരണം, എനിക്ക് റുഷ്ദ് തരണം. നേരായ മാർഗം എന്താണ്, സത്യം എന്താണ്, ഇത് തിരഞ്ഞെടുക്കാനുള്ള വഴി എൻ്റെ മുമ്പിൽ കാണിച്ചു തരണം. വതറുദ്ദു ബിഹാ ഉൽഫതി വതഅസിമുനി ബിഹാ മിൻ കുല്ലി സൂ, അല്ലാഹുവേ സ്നേഹവും ഇണക്കവും അതുപോലെ തന്നെ കരുണയും ഇതൊക്കെ എനിക്ക് തിരിച്ചു തരണം, എന്നിലേക്ക് നീ കൊണ്ടുവരണം. വതഅസിമുനി ബിഹാ മിൻ കുല്ലി സൂ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നീ എന്നെ കാത്തുകൊള്ളണമേ. അല്ലാഹുമ്മ അഅ്തിനി ഈമാനൻ വയഖീനൻ ലൈസ ബഅദഹു കുഫ്റുൻ, അല്ലാഹു എനിക്ക് ഈമാൻ തരണം, യഖീൻ തരണം. ലൈസ ബഅദഹു കുഫ്റുൻ, അതിനുശേഷം ഒരു കുഫറിലേക്ക് പോകരുത്. വറഹ്മതൻ അനാലു ബിഹാ ശറഫ കറാമതിക്, അല്ലാഹു നീ റഹ്മത്ത് തരണം, ആ റഹ്മത്ത് കൊണ്ട് നിന്റെ കറാമത്തിന്റെ, നീ നൽകുന്ന മഹത്വത്തിന്റെ, നീ തരുന്ന ആദരവിന്റെ മഹത്വം എനിക്ക് ലഭിക്കണം. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഫൗസ ഫിൽ അതാ
വനുസുല ശുഹദാ വഐശ സുഅദാ വന്നസ്റ അലൽ അഅദാ. അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ഫൗസ ഫിൽ അതാ. അല്ലാഹുവേ നീ എനിക്ക് വിജയം തരണം, നീ നൽകുന്നവനാണ്, നീ നൽകുന്ന നിന്റെ കൊടുതിയിൽ എനിക്ക് നീ വിജയം തരണം. വനുസുല ശുഹദാ, ശുഹദാക്കൾക്ക് നീ കൊടുക്കുന്ന മഖാമുകളുണ്ട്, നീ എനിക്ക് തരണം റബ്ബേ. വഐശ സുഅദാ, സജ്ജനങ്ങൾക്ക് നീ നൽകുന്ന ജീവിതമുണ്ട്, സന്തോഷിക്കുന്നവർ സുഅദാ എന്ന് പറഞ്ഞാൽ ആ ജീവിതം തരണേ. വന്നസ്റ അലൽ അഅദാ, അല്ലാഹുവേ ശത്രുക്കളുടെ മേൽ നീ എനിക്ക് വിജയം തരണമേ. യാ അല്ലാഹ്, വലിയൊരു ദുആയാണ് സുനൻ തുർമിദിയിൽ വന്നത്. ഒന്ന് ദുആ നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മതൻ മിൻ ഇൻദിക തഹ്ദി ബിഹാ ഖൽബി വതജ്മഉ ബിഹാ അംരി വതലുമ്മു ബിഹാ ശഅഫി വതുസ്ലിഹു ബിഹാ ഗായിബി. നമ്മുടെ മക്കളൊന്നും നാട്ടിലില്ല, അല്ലാഹു മക്കളെ നന്നാക്കണേ എന്നാ ഇതിനർത്ഥം. അവർ ഗായിബാണ്, ഈശോനെ അവർ നന്നാക്കി കൊടുക്കണേ. വതർഫഉ ബിഹാ ഷാഹിദി വതുസക്കി ബിഹാ അമലി വതുൽഹിമുനി ബിഹാ റുഷ്ദി വതറുദ്ദു ബിഹാ ഉൽഫതി വതഅസുമുനി ബിഹാ മിൻ കുല്ലി സൂ. അല്ലാഹുമ്മ അഅ്തിനി ഈമാന വയഖീനൻ ലൈസ ബഅദഹു കുഫർ വറഹ്മ അനാലു ബിഹാ ശറഫ കറാമതിക ഫി الدنيا والآخرة. اللهم إني أسألك الفوز في العطاء ونزل الشهداء وعيش السعداء والنصر على الأعداء. അല്ലാഹു നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ. ഒരു കാര്യം അതിൻ്റെ കൂടെ എന്ന് ഒരു ഉണർത്തൽ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുമ്പോഴേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാതെ നമ്മൾ പരിഭ്രമിച്ചു പോകും. ഈ ദുആയിൽ പറഞ്ഞൊരു വിഷയം, അല്ലാഹുമ്മ അഅ്തിനി ഈമാനൻ വയഖീനൻ ലൈസ ബഅദഹു കുഫ്ർ. ഈമാനും യഖീനും ഉണ്ടായിരിക്കെ തന്നെ അതിനുശേഷം മനുഷ്യൻ കുഫറിലേക്ക് പോകുന്ന അവസ്ഥകൾ മനുഷ്യന് വരുമെന്ന് പേടിക്കണമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പം ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ പ്രമാണങ്ങളെ ഹദീസാണെങ്കിലും ഖുർആനാണെങ്കിലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ ശറഇൽ അറിയപ്പെട്ട ഒരു വിഷയത്തെ നിഷേധിക്കുകയോ ചെയ്താൽ അത് ഗുരുതരമായ തെറ്റാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകാൻ വരെ കാരണമാകും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മസീഹുദ് ദജ്ജാലിനെ കുറിച്ച്, ഇമാം മഹദിയെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ നമ്മൾ അറിയുന്നൊരു ഉസ്താദിൻ്റെ പ്രഭാഷണം വന്നു. എന്തോ സംഭവിച്ചത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഇമാം മഹദിയെ വിശ്വസിക്കുന്നതും ഇമാം മഹദി തങ്ങളുടെ കൂടെ കൂടുന്നതും ബഹുദൈവാരാധകരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇമാമും ഒരു ആലിമും പറയാത്ത വാക്കാണത്. അത് എങ്ങനെ പറഞ്ഞു എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ ആ വാക്കുകൾ നാവിലൂടെ വരുന്നു? എന്തെങ്കിലും ഒരു ശൈത്വാനിയത്തായ ഫിത്ന അദ്ദേഹത്തിൻ്റെ മേൽ സംഭവിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. കാരണം ഒരു അറിവുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയില്ല, ഒരു വിവരമുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല, പറയൂല. എങ്ങനെ പറയാം? ഇമാം അഹ്മദ് തങ്ങളുടെയും മറ്റു സ്വഹീഹുകളിലും നമ്മുടെ മുസ്നദുകളിലും സുനനുകളിലും ജാമിഅയിലും ഒക്കെ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളുടെ നേരെ വിരുദ്ധമാണത്. മക്കയും മദീനയും രണ്ട് ഹറമുകളല്ലേ. മൻ ശാഅ അൻ യമുത്ത് ബിൽ മദീനതി ഫൽയമുത്ത് ബിഹാ. മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മദീനയിൽ പോയി മരിക്കണം എന്ന ഹബീബിൻ്റെ ഹദീസല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൻ്റെ വചനങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അക്ഷരങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. മദീനക്കോ മക്കക്കോ അങ്ങനെ ഒരു പുണ്യമില്ലെന്നോ അങ്ങനെ ശ്രേഷ്ഠതയില്ലെന്നോ എന്ന് പറയുന്നത് ഗുരുതരമായ അബദ്ധമാണ്, തെറ്റാണ്. അതൊരു ബോധ്യമുള്ള മനുഷ്യൻ ബോധത്തോടുകൂടെ പറയൂല. മുസ്ലിമായൊരു പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും പറയൂല. പറഞ്ഞു പോയിട്ടുണ്ട്, അതിന് വീഡിയോ മോർഫിംഗ് ഒന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആര് പറഞ്ഞാലും ശരീഅത്ത് കൊണ്ടേ നമുക്കതിനെ വിധിക്കാൻ പറ്റുള്ളൂ.
മസീഹു ദജ്ജാൽ നല്ല മനുഷ്യനാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. അത്തഹിയാത്തിന്റെ അവസാനം എന്താ ദ്വാരക്കണത്? വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അവന്റെ ഫിത്നയിൽ നിന്ന് കാക്കേണമേ എന്ന് ഉമ്മത്ത് മുഴുവൻ, അമ്പിയാക്കന്മാർ മുതൽ നൂഹ് നബി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ദുആ ചെയ്തു പോരുന്ന ഒരു വിഷയം. ആൾ നല്ല മനുഷ്യനാണെന്ന് എന്തർത്ഥത്തിലാണ് അതിന് വ്യാഖ്യാനമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. ഇല്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്, പിഴവാണ്. അത് പറയാനുണ്ടായ സാഹചര്യം അയാൾക്കും പഠിച്ചവനെ അറിയുള്ളൂ. അത് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നു? മനുഷ്യൻ നമ്മുടെ ഈ പറഞ്ഞ അല്ലാഹുമ്മ അഅ്തിനി ഈമാനൻ വ യഖീനൻ ലൈസ ബഅദഹു കുഫർ. ഈമാനും യഖീനും കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോകാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ഒരു സിഹ്ർ സംഭവിച്ചതാണോ, എന്തെങ്കിലും അല്ല കണ്ണീർ കൊണ്ടുപോയതാണോ, എന്തെങ്കിലും വേറെന്തെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണോ അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിയില്ല. ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ തൊട്ടടുത്ത ദിവസങ്ങൾ സംസാരത്തിനുണ്ടായത്. അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടേ ഒരു മുസ്ലിമിനെ സംസാരിക്കാൻ പാടുള്ളൂ. മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് ഹദീസ് വന്ന വിഷയമാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, സുനൻ തിർമിദിയിൽ ഹദീസുണ്ട്, അഹ്മദ് എന്നവരുടെ മുസ്നദിൽ ഹദീസുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ മുഴുവനും അവൻ ഏറ്റവും വലിയ ഫിത്നയാണെന്നും അവൻ്റെ കയ്യിലുള്ള നിങ്ങൾ കാണുന്ന തീ എന്ന് പറയുന്നത് തീ അല്ലെന്നും അവൻ കാണിക്കുന്ന സ്വർഗം അത് നരകമാണെന്നും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ടായിരിക്കെ അവൻ നല്ല ആളാണെന്ന് പറഞ്ഞ് ജൂതന്മാർ മാത്രമാണ്, അവർ മാത്രമാണ് ഇന്നും അയാളെ കാത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ വിമോചകനായിട്ട് വരുമെന്ന് പറയുന്നത് മുസ്ലിമീങ്ങളല്ല. നമുക്കത് ഫിത്നയാണ്. നബിതങ്ങൾ അന്തറ നൂഹുൻ അലൈഹിസ്സലാം ഖൗമ, മൂസാ നബി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം താക്കീത് ചെയ്ത ആളാണ്. അമ്പിയാക്കന്മാർ മുഴുവൻ താക്കീത് ചെയ്തു. അതിലും വലിയൊരു ഫിത്ന ഇനി ലോകത്ത് വരാനില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ ഒരാളെ പറ്റി ആൾ നല്ല ആളാണെന്ന് എങ്ങനെ പറഞ്ഞു? ഒരു പക്ഷേ അതിന് വ്യാഖ്യാനമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്ന്. അല്ലെങ്കിൽ അത് നിരുത്തരവാദപരവും അടിസ്ഥാനരഹിതവും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളുമാണ് എന്ന് തെറ്റുകൾ തിരുത്താനും മനസ്സിലാക്കാനും വേണ്ടി പറയാൻ. അതിനനുബന്ധമായി പറഞ്ഞ വേറെയും വിഷയങ്ങളുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതോ ആണെങ്കിൽ അല്ലാഹു തആല അത് ശിഫയാക്കി കൊടുക്കട്ടെ. കാരണം ഒരുപാട് കാലം ദീനിനും സമൂഹത്തിനും ഖുർആനും ഒക്കെ ഖിദ്മത്ത് ചെയ്തൊരു മനുഷ്യനാണ്. അയാളിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ അബദ്ധങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതല്ല അദ്ദേഹം പറഞ്ഞതിന് ഏതെങ്കിലും ആന്തര അർത്ഥങ്ങളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം വിവരിക്കാൻ ബാധ്യസ്ഥനാണ്. ഉമ്മത്തിനോട് തുറന്നു പറയണം. അല്ലാത്ത പക്ഷം അത്തരം ആളുകൾക്ക് ഒരു ബുദ്ധിസ്ഥിരതയോ ഓർമ്മസ്ഥിരതയോ വരുന്നത് വരേക്കെങ്കിലും കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിൽ ജാഗരൂകരാകണം എന്ന് പൊതുജനങ്ങളോട് അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഇൽമിൽ, നമ്മുടെ ഈമാനിൽ അള്ളാഹു താല ഇസ്തിഖാമത്തിലും അള്ളാഹു താല അടിയുറച്ചു നിൽക്കാൻ ഭാഗ്യവും തൗഫീഖും അള്ളാഹു നൽകട്ടെ. ഇതൊരു വലിയ ഫിത്നയാണ്. എങ്ങനെ അത് സംഭവിക്കുന്നു, എങ്ങനെ അതായിപ്പോകുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ ഈമാനും യഖീനും കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോയേക്കാം. ഇമാം മഹ്ദി ഇമാമിനെ സംബന്ധിച്ചൊന്നും അങ്ങനെ ബഹുദൈവ ആരാധന ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ ഖിലാഫത്തല്ലേ അദ്ദേഹം ഏറ്റെടുക്കാൻ വരുന്നത്? മുസ്ലിം ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വരിക. അങ്ങനെ മുസ്ലിമീങ്ങളല്ല കൂടെ ഉണ്ടാവുക. അത് പിന്നെ അവിശ്വാസികളാണ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? എനിക്ക് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരൊക്കെ ചില ദ്വയാർത്ഥങ്ങളുള്ള വാക്കുകൾ പറയാറുണ്ട്. അങ്ങനെ വല്ലതും പറയാണോ എന്ന് എനിക്കറിയില്ലേ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. പക്ഷേ ആ പറഞ്ഞ ആശയങ്ങൾ അവാസ്തവമാണ്, തീർത്തും അബദ്ധജടിലമാണ്. ആ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് അബദ്ധജടിലമാണ് എന്ന് ദീനിൻ്റെ ഒരു ഖാദിം എന്ന നിലയിൽ പറയാൻ ബാധ്യസ്ഥനായതുകൊണ്ട് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും പുറത്തു തരട്ടെ. പറഞ്ഞുപോയ വിഷയങ്ങളിൽ തെറ്റ് സംഭവിച്ചത് തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്ത് മടങ്ങേണ്ട വിഷയങ്ങളാണത്. മദീന സ്വന്തം നാട്ടിലേക്ക് വരുമെന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു ബുദ്ധിയുള്ള ഒരാൾ പറയില്ലത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മദീന എന്താണ്? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടല്ലേ അത്. ആ നാട്ടിലേക്കല്ലേ നബി അല്ലാഹുമ്മ അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖ്. അങ്ങനത്തെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏതെങ്കിലും മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തേക്ക് വരുമെന്നാണ് പറയേണ്ടത്? അതൊക്കെ ഭയങ്കര മോശമല്ലേ? അതുകൊണ്ട് പൊതുജനങ്ങൾ ദീനായിട്ട് പറയുന്നത് നമുക്ക് തല വേണം, ബുദ്ധി വേണം. മനുഷ്യന്മാരെന്ത് ചെയ്യരുത്, എന്തിനും സിന്ദാബാദ് വിളിക്കുന്നവരല്ല നമ്മൾ. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എങ്ങനെയാണ്? വ്യക്തികളെ പൂജിക്കുക ആരാധിക്കുക അല്ല സമസ്തയുടെ രീതി. തെറ്റുകൾ തെറ്റാണെന്ന് പറയണം, അത് പറയുകയും ചെയ്യും. തിന്മകൾ തിന്മകളാണ്, നന്മകൾ നന്മകളാണ്. ആ ഒരു പാരമ്പര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ജാഗരൂകരാകണം, ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് ഹിദായത്ത് അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. അത് ആർക്കും നഷ്ടപ്പെട്ടു പോകാതെ അല്ലാഹു കാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും വലാലത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തുകളുണ്ട്. പിന്നെ ഗൾഫ് സുപ്രഭാതം ഗൾഫ് എഡിഷൻ്റെ ഇനോഗ്രേഷൻ സെറിമണി ഈ വരുന്ന ശനിയാഴ്ച ദുബൈയിൽ വെച്ച് നടക്കുകയാണ്. മെയ് 18 വിമൻസ് അസോസിയേഷൻ ഹാളിൽ 6:30 മണി മുതൽ പ്രഗത്ഭരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉസ്താദുമാരൊക്കെ സംബന്ധിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പിന്നെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പിതാവ് മഹ്മൂദ്, അബ്ദുറഹ്മാൻ ഹാജിക്കയുടെ പിതാവ് മഹ്മൂദ് സാഹിബ് വെട്ടിക്കുളം കഴിഞ്ഞ ദിവസം വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم صل بلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة روح نبينا وسيدنا وحبيبنا وشفيعنا رحمة للعالمين سيدنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته إلى حضرات أرواح أزواجه وذرياته وأهل بيته أجمعين، إلى حضرات أرواح جميع الأنبياء والمرسلين، إلى حضرات أرواح جميع الصحابة والقرابة والتابعين والتابعين لهم بإحسان إلى يوم الدين، إلى حضرات أرواح أئمة الأربعة المجتهدين، وإلى حضرات أرواح جميع الأولياء والعلماء والشهداء والصديقين والصالحين. اللهم انفعنا بهم وببركاتهم وبعلومهم وأسرارهم في الدنيا والآخرة. اللهم إلى حضرات أرواح من مات منا، اللهم انس وحشتهم ومن روحتهم ونفس كربتهم ونذر محلتهم وارفع درجتهم يا رب العالمين. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك فجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم ارحم لوالدي رب ارحمهما كما ربونا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا علما نافعا وعملا متقبلا وارزقنا حلالا طيبا وقلبا خاشعا وإيمانا كاملا وعمرا في طاعتك طويلا وشفاء من كل داء. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഞങ്ങൾക്ക് ഈ ലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. നിൻ്റെ ത്വഅത്തിലും പൊരുത്തത്തിലുമായി ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആഖിബത്ത് നന്നായി ഇരിക്കുന്ന സ്വാലിഹീങ്ങളെ പിടിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഖൈറും ഗുണവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, കുടുംബാദികൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതായിരിക്കും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കിടാങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്.
ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ബർക്കത്ത് ചെയ്യണമല്ല. ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല. ഞങ്ങളുടെ യാത്രകളിൽ ബർക്കത്ത് ചെയ്യണമല്ല. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, സർവ്വാഫത്തും സിബാത്തുകളെ തൊട്ടും ആകാശത്തിൽ നിന്നും കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നുള്ള സർവ്വ ദുരന്തങ്ങളെ തൊട്ടും കാത്ത് സലാമത്താക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, എല്ലാ ചെറുതും വലുതുമായ ലാഹിരിയും ബാത്തിനുമായ സർവ്വ രോഗങ്ങളെയും ശിഫയാക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹു, ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ളതായിരിക്കുന്ന നല്ല ഉദ്ദേശങ്ങൾ കൊണ്ട് ഇവിടത്തേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നവരുടെ എല്ലാ സദുദ്ദേശങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹു, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുവാൻ, ഉംറ നിർവഹിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ റൗള ശരീഫിൽ ജീവിതത്തിൽ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അത്തരം യാത്രകൾക്ക് ഒരുങ്ങിയിരിക്കുന്നവരുടെ യാത്രകളെല്ലാം സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم انصر من نصر دين سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا منهم وخذل من خذل دين سيدنا محمد صلى الله عليه وسلم. اللهم لا تجعلنا منهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، السلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على